ഉണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. എന്താ ധൈര്യക്കുറവുണ്ടോ? വിശദീകരണം ആവശ്യമുണ്ട് ചോദിക്കുക. ഇത് മറ്റേതങ്ങ് കയറി മനസ്സിലങ്ങ് കയറി ഇരിക്കുക. അതുകൊണ്ട് ചോദിച്ചോളൂ, പറയാം. എളുപ്പം കഴിയുമല്ലെന്ന് വിചാരിച്ചാൽ ഞാൻ അല്ലെങ്കിൽ ഒരു കോണ് മുതൽ ഇങ്ങനെ അടുക്കി പറഞ്ഞു വന്നാൽ എളുപ്പമാവും, മനസ്സിലാകും. പക്ഷേ അതിന് സമയം കൂടുതലെടുക്കും. അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. ഇനി മൂന്നാമത്തതാണല്ലോ ശാപം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും ഇന്ന് നമ്മളിൽ ഇല്ലെങ്കിൽ ശാപം നമ്മളിലുണ്ടോ? ഉണ്ടോ? പറ. ഇല്ല. രക്ഷിക്കപ്പെട്ടെങ്കിൽ ഇല്ല. ഇനി വേറെയും തെളിവുകൾ പറയാം. വിഷയം വിട്ടു പോവല്ല, വിഷയത്തിനകത്ത് തന്നെയാണ്. ഇത് അത്യാവശ്യമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുകയല്ലേ? അല്ലേ? മരിച്ചില്ലേ നമ്മള്? റോമർ 6:7. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആണല്ലോ, മരിച്ചതാണല്ലോ. മരണത്തിൽ പങ്കാളിയാകുന്ന സ്നാനത്തിന് അവനെ അനുസരിച്ചു. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മരണത്തിൽ പങ്കാളിയായി. മരിച്ചു, പുതിയ സൃഷ്ടിയായി. മരിച്ച പിന്നെ പഴയ കേസ് കെട്ട് വല്ലതും ഉണ്ടോ? ചത്താ പിന്നെ പഴയ കേസുണ്ടോന്ന്? ഇല്ല. വീരപ്പന്റെ പേരിൽ 250 കേസുണ്ടെന്നാ ഞാൻ കേട്ടത്. ഇനിയിപ്പോ അത് പിന്നെ കൂടി കാണും. ഇപ്പൊ 100-300 കാണും. 250 കേസിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി തയ്യാറാക്കി, സകല കാര്യങ്ങളും റെഡിയാക്കി, തൊണ്ടി സഹിതം തയ്യാറാക്കി വെച്ചിരിക്കുക. സ്പെഷ്യൽ കോടതി റെഡി ആയിരിക്കുക. കൈ കിട്ടിയാൽ മതി, ഇങ്ങനെ കിട്ടിയാൽ മതി. പിറ്റേ ദിവസം വിസ്താരം തുടങ്ങും, വിധിയും പറയും. അത്ര ഫാസ്റ്റ് ട്രാക്ക് കോടതിയായിട്ട് പരിപാടി നടത്താനാണ് സങ്കല്പിച്ച്. വെറും സങ്കല്പം. 250 കേസിന്റെ സകല കാര്യങ്ങളും പോലീസ് കാവലിൽ സൂക്ഷിച്ചിരിക്കുക. പക്ഷേ വീരപ്പൻ ഇതിനിടെ ചത്തുപോയാൽ ഈ ഡോക്യുമെന്റ്സിന് കടലാസിന്റെ വിലയെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നമ്മൾ ഈ അത്തില്ലേ? പേടിയായോ? സ്തോത്രം. ഇപ്പൊ ക്രിസ്തുവിലായാൽ പുതിയ, പഴയത് കഴിഞ്ഞുപോയി. പിന്നെന്തുവാ നിങ്ങളുടെ പഴയ പാരമ്പര്യം? അല്ലെങ്കിലും എൻ്റെ വലിയ വലിയ കാർന്നോരുടെ കാലം മുതലേ ഉള്ളതാ ഒരു ശാപം. സഹോദരങ്ങളെ, പാരമ്പര്യമായ യാതൊരു ശാപവും പാരമാർത്ഥമായും വീണ്ടും ജനിച്ചൊരു ദൈവത്തിന്റെ മേൽ തുടരുന്നില്ല. സ്തോത്രം. മനസ്സിലായി? ഞാൻ വിശ്വസിക്കട്ടെ. മാത്രമാണോ? കർത്താവ് ശിരസും നമ്മള് ശരീരവുമല്ലേ? ശരീരത്തിൽ ശാപം കിടക്കുകയാണെങ്കിൽ ശിരസും ആ ശാപത്തിൽ പങ്കാളിയാവില്ലേ? കർത്താവ് ശാപത്തിന് ഓഹരിക്കാരനെന്നോ? വിവരക്കേട് പറയുന്നതിനും ഇതിന് 1000 കൂടുക. എനിക്കറിയാം, ഇവിടെ ഇപ്പൊ ക്ലാസ് നടക്കുമ്പോൾ ഇത്രയും പേരേ ഉള്ളൂ. 10,000 തടിച്ചു കൂടുന്നത്. ആരോ പറയുന്നത് കേട്ടു, വെയിലത്ത് ക്യൂ നിൽക്കുകയായിരുന്നു ആളുകള് ശാപം പൊട്ടിച്ച് കിട്ടാൻ. അല്ലെങ്കിലും അങ്ങനെ പുസ്തകത്തിൽ എൻ്റെ പൊന്നു കർത്താവ് പറഞ്ഞു, 10,000 പറഞ്ഞു, ശാപങ്ങൾ ഉള്ളിടത്ത് കഴുക്കൾ കൂടും. കുത്തിപ്പറിച്ച് തിന്നാൻ വല്ലതും കിട്ടുന്നിടത്ത് കഴുക്കൾ കൂടുന്നെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വല്ല നേട്ടവും ഉണ്ടാകുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വെറും അടിസ്ഥാനരഹിതമാണെങ്കിലും ഓടിപ്പോകും. നിത്യജീവന്റെ കാര്യം പറഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് ഇഷ്ടപ്പെടാതെ പോകും. പോട്ടെ, അത് സാരമില്ല. കർത്താവ് അങ്ങ് ചെല്ലുന്ന ഒരു ഇച്ചിരി ഉള്ളല്ലോ, മതിയല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിച്ചു. അപ്പോൾ യേശുക്രിസ്തു ഏറ്റെടുത്തത് പാപ പ്രകൃതമല്ല, പാപത്തിന്റെ കുറ്റവും അതിന്റെ ശിക്ഷയുമാണ്. അവൻ തന്റെ ശരീരത്തിൽ പാപങ്ങളെ ചുമന്നു. അവൻ പാപജഡത്തിലല്ല വന്നത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിന്. വായിച്ചേക്കണേ, റോമർ 8:2-3. വേഗം വായിച്ചാട്ടെ. പാപജഡത്തിലല്ല വന്നത്, പിന്നെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാ വന്നത്. ഒരു തെളിവും കൂടെ പറയാം. അതായത് എന്റെ കർത്താവ് മറുരൂപമലയിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ തേജസ്സിന്റെ ആലവല്ലയിൽ അവനൊന്ന് വെളിപ്പെട്ടു. ആദം ഹവ്വാര് പാപം ചെയ്തപ്പോഴാണ് അവരുടെ ഏത് പോയത്?
തേജസ് പോയത്, ഒരു വസ്ത്രം ധരിക്കേണ്ടി വന്നത്. സ്തോത്രം. അപ്പോൾ പാപരഹിതമായ അവസ്ഥയിൽ, ആ അവസ്ഥയിൽ കർത്താവ് ഇവിടെ വന്നാൽ, ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, കർത്താവിന് വസ്ത്രം ധരിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. കാര്യം തേജസ് അവനെ ചുറ്റിയിരിക്കുമായിരുന്നു. എന്നാൽ സ്തോത്രം, എൻ്റെ കർത്താവ് നമ്മളോട് താദാത്മ്യപ്പെടേണ്ടതിന് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. എന്നാൽ അവിടുന്ന് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ മാത്രമാണെന്നും പാപജഡത്തിലല്ലെന്നും വെളിപ്പെടുത്താനാണ് ഒരു സന്ദർഭത്തിൽ മറുരൂപമലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തേജസ്സിന്റെ അലതല്ലലിൽ വെളിപ്പെട്ടു. ലോകത്തിലുള്ള അലക്കുവാനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അവന്റെ വസ്ത്രം വെള്ളയായി തീർന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ, മോശ 40 രാവും 40 പകലും ദൈവത്തോടുകൂടി പർവ്വതത്തിലായിരുന്നപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്കൊന്ന് പ്രകാശിച്ചു. സ്തോത്രം. താഴെ വന്നപ്പോൾ ഇസൈമക്കൊക്കെ നോക്കാൻ മേല, കണ്ണ് അഞ്ചൊന്ന് നോക്കാൻ മേല. ഉടനെ ഒരു വീലെടുത്ത് ഒരു മൂടുപടം എടുത്തിട്ടപ്പോൾ അതങ്ങ് മങ്ങിപ്പോയി. മൂടുപടത്തെ തുളച്ചു വരാനുള്ള ശേഷി ആ പ്രകാശത്തിന് ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ ആകട്ടെ, എൻ്റെ പൊന്നു കർത്താവിൻ്റെ ആളത്വത്തിൽ നിന്ന് പ്രസരിച്ച സ്വർഗീയ പ്രഭാപൂരം അവൻ്റെ വസ്ത്രത്തെ പോലും മുക്കി, അവൻ്റെ വസ്ത്രം പോലും വെള്ളയായി തീർന്നു. ഇത് അവൻ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ മാത്രമാണെന്നും പാപജഡത്തിൽ അല്ലെന്നും വെളിപ്പെടുത്താനുള്ള, സ്തോത്രം, ഒരു വെളിപ്പാടായിരുന്നു. വ്യക്തമായല്ലോ? സ്തോത്രം. അതുകൊണ്ട് ആരും, സ്തോത്രം, യേശുക്രിസ്തുവിൽ പാപം ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ അംഗീകരിക്കരുത്. ഇവിടെ ഒത്തിരി പേരുണ്ടാകുന്നുണ്ട്. അതിവിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്ന ഇന്റലിജൻഷ്യായിൽപ്പെട്ടവരുടെ മാത്രം കൂട്ടം, ഞങ്ങൾ വലിയ ആളുകളാണെന്ന് അഭിമാനിക്കുന്ന കൂട്ടം ലോകത്തിൽ അങ്ങിങ്ങൊക്കെ ഉണ്ട്. സ്മിത്തിസം എന്നൊക്കെ പറയും. കേൾക്കുന്നുണ്ടോ? സ്മിത്തിസം. എൻ്റെ പൊന്നു സൗരങ്ങളെ, അവർ ആ പേരെടുക്കാതെ തന്നെ വേറെ പേരിൽ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ദയവ് ചെയ്ത് അതിന് പറയാൻ പോകരുത്. സ്തോത്രം. കർത്താവിൽ പാപമില്ല. സ്തോത്രം. പാപപ്രകൃതം ഏറ്റെടുത്തു. അങ്ങനെ പാപത്തിന്റെ കുറ്റവും അതിന്റെ ശിക്ഷയും. പാപത്തിന്റെ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കാൽവറിയിലേക്ക് പോവുകയാണ്. സ്തോത്രം. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 5 കോടതിയിൽ 7 റൗണ്ട് വിസ്തരിക്കപ്പെട്ടു. സ്തോത്രം. 5 കോടതിയിൽ 7 റൗണ്ടാണ് എൻ്റെ കർത്താവ് വിസ്തരിക്കപ്പെട്ടത്. ഒന്നാമത്തെ കോടതി ഹന്നാവിന്റെ കോടതി, 2 കയ്യഫാവിന്റെ കോടതി, 3 സന്നിധി സംഘം, 4 പീലാത്തോസിന്റെ കോടതി, 5 ഹേരോദ രാജാവിന്റെ കോടതി. 4 കോടതിയിൽ എൻ്റെ പൊന്നു കർത്താവ് വിസ്തരിക്കപ്പെടുക. ഒരു യാഗമൃഗത്തെ യാഗമാക്കുന്നതിന് മുമ്പ് പുരോഹിതന്മാർ അടിമുടി അതിനെ പരിശോധിക്കും. അടിമുടി പരിശോധിക്കും, വല്ല ഊനവുമുണ്ടോ എന്ന്. സ്തോത്രം. ഒരു ഊനവുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അതിനെ യാഗമാക്കുകയുള്ളൂ. ഇതുപോലെ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട് ആ പൂർണ്ണതയുള്ള യാഗമാകുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, 5 കോടതികളിൽ 7 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. സ്തോത്രം. ആ വിസ്താരം, അവൻ്റെ പരിശോധന അതിനു മുമ്പേ തുടങ്ങിയതാ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരാമോ? സ്തോത്രം. നമുക്ക് ആ പുറകോട്ടൊന്ന് പോകാം. മുമ്പേ തുടങ്ങിയതാ. അവൻ്റെ ജീവകാലം മുഴുവൻ അവൻ പരിശോധിക്കപ്പെടുകയായിരുന്നെന്ന് പറയാം ഒരർത്ഥത്തിൽ. കേട്ടേ, നമ്മളൊക്കെ ക്രിസ്തുമസ് സമയത്തെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ, അതിനെ സംബന്ധിച്ചുള്ള തിരുവെഴുത്തുകളെ വായിക്കുകയും അതിനെ കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ കൊണ്ടാടുന്ന രീതിയിൽ ആട്ടിടയന്മാർ വന്ന് അവനെ കാണുന്നതിനൊരു പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഒത്തിരി പേരൊക്കെ അതിനകത്ത് ടാബ്ലൊക്കെ വെക്കാറുണ്ടല്ലോ. അതൊരു പ്രധാന കാര്യമായിരുന്നു. ഈ ലോകത്തിൽ ഇന്നുവരെ ജനിച്ചവരെല്ലാം ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാ, എന്നാൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരുവനേ ഉള്ളൂ. അതെൻ്റെ കർത്താവാണ്. യാഗമാകാനാവും ജനിച്ചത്. കേട്ടെ, അവനൊരു ചെറിയ വിശീർണം ഞാൻ അവിടെ പറഞ്ഞുതരാം. അന്ന് മുതലേ അവൻ്റെ പരിശോധന തുടങ്ങിയതാ.
ജനിച്ചു വീണപ്പോൾ. അതായത് യെരുശലേമിലെ ദൈവാലയത്തിൽ മുടങ്ങാതെ ഊനമില്ലാത്ത ആടുകൾ യാഗമാകാൻ സപ്ലൈ ചെയ്യപ്പെടാൻ അന്നൊരു ക്രമീകരണം ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആടുകൾ വരുന്ന ഊനമില്ലാത്ത ആടിനെ സന്ധ്യായാകവും പ്രഭാതയാകവും മുടങ്ങാതെ ചെയ്യാനുള്ളത് ചിലപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് വന്ന ചില സന്ദർഭങ്ങളുണ്ടായി. അത് വരാതെ ഇങ്ങനെ ക്രമമായ ആടുകൾ വരാനുള്ള ഒരു ക്രമീകരണമായി ലേവ്യർക്ക് പാർക്കുവാൻ നൽകിയിരുന്ന പട്ടണങ്ങളും അതിനോട് ചേർന്ന പുൽപ്പുറങ്ങളും ഉണ്ടായിരുന്നല്ലോ. അവയിൽ ആ പുൽപ്പുറങ്ങളിൽ ദൈവാലയത്തിൻ്റെ ചുമതലയിൽ ദൈവാലയത്തിൽ യാഗമാകാനുള്ള ആടുകളെ വളർത്തുന്നത് അന്ന് അതൊരു രീതിയായിരുന്നു. അതവർ ചെയ്തിരുന്നു. അങ്ങനെ ദൈവാലയത്തിലെ യാഗത്തിനായി പ്രത്യേകം ആടുകളെ വളർത്തിയിരുന്ന പുൽപ്പുറങ്ങളിൽ ഒന്നായിരുന്നു ബേത്ലഹേമിൻ്റെ പുറത്തുള്ള പുൽപ്പുറങ്ങൾ. ആ പുൽപ്പുറങ്ങളിലെ ഇടയന്മാർ, വിദഗ്ധന്മാരായ ഇടയന്മാരും ദൈവാലയത്തിൽ നിന്ന് ശമ്പളം പറ്റുന്നവരുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടേ? ദൈവാലയത്തിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കുന്നു. അവര് ഈ ബേത്ലഹേം പട്ടണത്തിന്റെ അതുപോലെ പല പട്ടണങ്ങളുടെയും ചുറ്റും ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പുൽപ്പുറങ്ങളിൽ ദൈവാലയത്തിലെ യാഗത്തിലുള്ള ആടുകളെ പ്രത്യേകം വളർത്തുമായിരുന്നു. നമുക്കിപ്പോൾ പല പുസ്തകങ്ങളിലുമുണ്ട് ഇതിന്റെ വിശദീകരണമുണ്ട്. അന്ന് അവിടെ ഒരു ആട് പ്രസവിച്ചാൽ, ഈ പുൽപ്പുറത്ത് ദൈവാലയത്തിലേക്ക് യാഗമാകാനുള്ള ആടുകളെ വളർത്തുന്ന പുൽപ്പുറത്ത് ഒരാട് പ്രസവിച്ചാൽ ഇടയന്മാർ ആദ്യം ചെന്ന് ആട്ടിൻകുട്ടിയെ പരിശോധിക്കുമ്പോൾ വല്ല ഊനവും ഉള്ളതാണെന്ന് കണ്ടാൽ അന്നേരമേ ആ തള്ളയും കുട്ടിയെ അവിടുന്ന് മാറ്റും. കാര്യം ഈ പുൽപ്പുറത്ത് ആവശ്യത്തിനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇല്ല, കുറഞ്ഞ്. ദ ഏരിയ വാസ് ലിമിറ്റഡ്. അതുകൊണ്ട് എന്തെങ്കിലും ഊനമുള്ള കുട്ടിയാണ് പറഞ്ഞതെങ്കിൽ അതിനെയും ആ തള്ളയെ അന്നേരം അവിടെ നിന്ന് അങ്ങ് മാറ്റും. അപ്പോൾ ദൈവാലയത്തിൽ യാഗമാകാനുള്ള ആട് ജനിച്ചാൽ ഉടനെ അതിന് ഊനമുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുന്നത് ആരായിരുന്നു? ഈ ഇടയന്മാരാ. മനസ്സിലായോ? ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട് പിറന്നു വീണപ്പോൾ തന്നെ അവനെ ഊനമില്ലാത്തതെന്ന് വിലയിരുത്തുവാൻ ദൈവാലയത്തിലെ ഔദ്യോഗികമായ പരിശോധകരായ ഇടയന്മാരെ ദൈവം നിയോഗിച്ചു. അവർ വന്നു. സ്തോത്രം. യേശുവിനെ കണ്ടപ്പോൾ അവർ വീണ് അവനെ സ്തോത്രം. പുൽത്തൊഴുത്തിലല്ല മറിയ പ്രസവിച്ചത്, ബേത്ലഹേം പട്ടണത്തിലെ വഴിവക്കിലുള്ള ഒരു ഗുഹയിലാണ്. നമുക്കിടയിലുണ്ടല്ലോ യാക്കോബായ സഭയിലെയും മറ്റും ചില ഗീതങ്ങളുണ്ട്. കല്ലടാവിൽ പിറന്നവൻ മശിഹ. കല്ലടാവിൽ മീൻസ് ഗുഹയിൽ, കല്ലിനിടയിൽ പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തുകയായിരുന്നു. നോക്കണേ, ഇത്രയും താഴ്ച ഭൂമിയിൽ ഒരു വ്യക്തി പോലും അനുഭവിച്ചിട്ടില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. നമ്മെ കേൾക്കണേ, നമ്മെ നിത്യ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്വർഗോന്നതികൾ വരെയും ഉയർത്തേണ്ടതിന്, സ്വർഗോന്നതികളിൽ മഹിമയിൽ വാണിരുന്ന എൻ്റെ കർത്താവ് സ്തോത്രം താഴ്ചയുടെ അങ്ങേയറ്റം വരെയും താണിറങ്ങി. സ്തോത്രം. അവന്റെ ജനനം മുതൽ അവൻ പരിശോധിക്കപ്പെടുകയാണ്. സ്തോത്രം. വളരുന്ന വളർച്ചയുടെ വർഷങ്ങളിൽ അവൻ പരിശോധിക്കപ്പെടുക. 12ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ പരിശോധിക്കപ്പെട്ടു. നസ്രത്തിൽ വളരുന്ന കാലം അവൻ പരിശോധിക്കപ്പെടുക. എല്ലാവരുടെയും നടുവിൽ മാതൃകയായി വളരുക. സ്തോത്രം. യോർദാനിലെ ആറ്റിൽ നിൽക്കുമ്പോൾ, സ്നാപക യോഹന്നാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായവൻ തല കുനിച്ച് സമ്മതിക്കുക.
അവൻ മരുഭൂമിയിൽ ചെന്നപ്പോൾ പിശാചവനെ 40 ദിവസവും പരിശോധിച്ചു കൊണ്ടിരുന്നു. കർത്താവ് പലപ്പോഴും ആൾക്കൂട്ടത്തോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? ഒരു വായു പോലും അവനെതിരെ പിളർന്നില്ല. പരീശന്മാരും ശാസ്ത്രിമാരും സാധുക്യരും ഹേരോദ്യരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, കുടുക്ക് ചോദ്യം ചോദിക്കും, പരീക്ഷിക്കേണ്ടതിന്. കേൾക്കുന്നുണ്ടോ? അവനെ പരീക്ഷിക്കേണ്ടതിന്, അവനെ പരിശോധിക്കേണ്ട ചുറ്റും കൂടും, ഒരു വാക്കിലെങ്കിലും പിടിക്കാൻ. പരീശന്മാരുമുണ്ട്, ശാസ്ത്രിമാരുണ്ട്, ഹേരോദ്യരുണ്ട്, പിന്നെ സാധുക്യരുണ്ട്, എല്ലാവരും. ഒരിക്കൽ പോലും അവൻ്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവനെതിരെ ഒരു കുറ്റപത്രമില്ലാതെ അവർ അവനെ അറസ്റ്റ് ചെയ്തു. There was no charge sheet issued against him. കുറ്റപത്രമില്ലാതെ അവനെ അറസ്റ്റ് ചെയ്തു. നീതിന്യായ കോടതിയുടെ ചരിത്രത്തിലില്ലാത്ത സംഭവം. എന്നിട്ട് ഹല്ലേലൂയ, ഹന്നാവിൻ്റെ അടുത്ത് ആദ്യം കൊണ്ടുപോയി. വാക്യങ്ങൾ വേണമെങ്കിൽ വായിച്ചാൽ താമസിക്കും. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയും 19 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ ഹന്നാവിന്റെ മുൻപാകുള്ള കർത്താവിന്റെ വിസ്താരം നമുക്ക് കാണാം. ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. ഇനി നിങ്ങൾ പിന്നെ വീട്ടിൽ വായിച്ചാൽ മതി. അതിന്റെ 19 24 വരെ ഒന്ന് വായിച്ചു. വായിച്ചോ. അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിയിൽ അരികിൽ ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിനെ കണ്ണുതടിച്ചു. യേശു അവനോട്, ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്ക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നത് എന്ന് പറഞ്ഞു. കേട്ടോ, ഇതാണ് ഒന്നാമത്തെ വിസ്താരം. വിസ്താരത്തിനിടയിൽ കോടതിയിൽ വിസ്താരം നടക്കുമ്പോൾ തല്ലുമോ? കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്നതാ? എൻ്റെ കർത്താവ് അതും സഹിച്ചു. എൻ്റെ പൊന്നു കർത്താവിൻ്റെ ശരീരത്തിൽ ആദ്യം പീഡനമേക്കുന്നവർ. രണ്ടാമത് കയ്യഫാവിന്റെ അടുക്കൽ. ഇച്ചിരി കൂടെ അവിടെ വായിച്ചാൽ കാണാം. അവിടെ 25 വായിച്ചു. 24 മുഴുവൻ വായിച്ചോ? അതെ, മതിയല്ലോ. അപ്പൊ അവിടെ കണ്ടല്ലോ, ഹന്നാവിന്റെ അടുത്ത് എങ്ങോട്ട് പോയി? കയ്യഫാവിന്റെ അടുത്ത്. കയ്യഫാവിന്റെ അടുത്ത് വന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 57 മുതൽ 67 വരെ വായിക്കുമ്പോൾ കയ്യഫാവിന് മുമ്പുള്ള വിസ്താരം കാണാം. ആ വാക്യങ്ങളെല്ലാം ഞാനങ്ങ് പറയാം. മർക്കോസ് സുവിശേഷം 19-ാമത്തെ അധ്യായം, തെറ്റിപ്പോയി. മർക്കോസിന് സുവിശേഷം 14-ാം അധ്യായം 53 മുതൽ 72 വരെയും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 71 വരെയും, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 18 വരെയും 25 മുതൽ 27 വരെയുമുള്ള വാക്യങ്ങളിൽ കയ്യഫാവിന് മുമ്പുള്ള വിസ്താരം കാണാം. സമയം പോയല്ലോ, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അടുത്തത്, മൂന്നാമത്തത്, സന്നദ്ധ സംഘം കൂടി. മത്തായി സുവിശേഷം 27-ാം അധ്യായം 1-2 വാക്യങ്ങളും, മർക്കോസ് 15-ന്റെ 1-ഉം, ലൂക്കോസ് 22-ന്റെ 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങളിലും സന്നദ്ധ സംഘം എന്ന സുപ്രീം കോടതിയുടെ മുമ്പിൽ വിസ്തരിക്കുന്നത് കാണാം. അതിന്റെ ഒരു വാക്യം വായിച്ച് 27, 1-2. ഇവര് കൂടുന്നതിന്, വിസ്തരിക്കാൻ കൂടുന്നതിന് മുമ്പേ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലാൻ തീരുമാനിച്ചാണ് വിസ്താരം തുടങ്ങുന്നത്. വായിച്ചു. അതിനു മുമ്പ് സന്യദ്രി സംഘത്തിന് മുമ്പാകുള്ള വിസ്താരമാണ്. മൂപ്പന്മാരുടെ സംഘം എല്ലാം അവിടെ ഉണ്ട്. മർക്കോസ് 15-ന്റെ 1 കൂടെ വായിച്ചപ്പം പിന്നെ അതിന് അത്ര വ്യക്തമായില്ലെങ്കിൽ,
പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവിനെ ചോദിച്ചതിനെ ഞാനാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതൻ അവനെ ഏറിയോന്ന് കുറ്റം ചുമത്തി. അത് പിന്നെ ഞാൻ വിശുദ്ധീകരണം ഞാൻ അത് വളരെ വിശദമായിട്ട് പറയണം. വിശുദ്ധീകരണം ഞാൻ അടുത്ത ദിവസം പറയാം. വായിച്ചു നോക്കണേ. സന്യത്തിന് സംഘം കൂടി. ആദ്യകാലത്ത് ഇത്ര രാവിലെ ഒരു കോടതി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യകാലത്തെ സന്യത്തിന് സംഘം എല്ലാം കൂടി ഒരുമിച്ച് കൂടി വിസ്തരിക്കുക. മൂന്നാമത്തത് കെട്ടി എവിടെ കൊണ്ടുപോയി? പീലാത്തോസിന് അടുക്ക് കൊണ്ടുപോയി. പീലാത്തോസിന് മുമ്പിലുള്ള വിസ്താരം മത്തായി 27:2, 11 മുതൽ 14 വരെ, മർക്കോസ് 15:1 മുതൽ 5 വരെ, ലൂക്കോസ് 23:1 മുതൽ 6 വരെ, യോഹന്നാൻ 18:28 മുതൽ 38 വരെ. ഇത്രയും തിരുവചന ഭാഗങ്ങളിൽ പീലാത്തോസിന് മുൻപാകെയുള്ള ആദ്യ വിസ്താരം കാണാം. രക്ഷയുടെ 3 ഘട്ടങ്ങളും ഞാൻ അടുത്ത ദിവസം വിശുദ്ധീകരണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. എനിക്ക് അത് കൂടുതൽ വിശദമായിട്ട് എനിക്ക് സംസാരിക്കണം. ഞാൻ അടുത്ത ദിവസം അത് വിശുദ്ധീകരണം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഈ ഭാഗം അങ്ങ് തീർക്കട്ടെ. അടുത്തത് പീലാത്തോസിന് മുമ്പ് ഒന്നാം വിസ്താരത്തിൽ ഇവൻ ഗലീലക്കാരനാണെന്നുള്ളത് തെളിഞ്ഞു. ഗലീലക്കാരനാണെന്നുള്ളത് തെളിഞ്ഞപ്പോൾ ഹേരോദാവ് വന്നിട്ടുണ്ട്. അപ്പൊ ഗലീലയിലോട്ട് പറഞ്ഞു വിടുക. വായിച്ചോ. അഞ്ചാമത്തത് ഹേരോദാവിന്റെ അടുത്തേക്കാ. ലൂക്കോസ് 23:7 മുതൽ 12 വരെയുള്ള ഭാഗത്താണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ചാട്ടെ. ഹേരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് വായിച്ചോ. ഹേരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. ഓ, ആളിനെ കിട്ടിയല്ലോ, കണ്ടോ. കുറിച്ച് കേട്ടിരുന്നുകൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. ഏറിയൊന്ന് ചോദിച്ചിട്ട് അവൻ അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. ഈസ് എ നോൺ എൻറ്റിറ്റി ബിഫോർ ദ ലോർഡ്. കർത്താവ് അവനെ പരിഗണിക്കുന്ന പോലുമില്ല, ഒന്നും പറഞ്ഞില്ല. വായിച്ചു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. അവര് ചുറ്റും വന്നിട്ടുണ്ട്. അടയാളുകളുമായി അവനെ പരിഹസിച്ചു. പിന്നെ എന്ത് ചെയ്യാൻ? ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു. പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. കേട്ടോ, തിരിച്ചങ്ങ് വിട്ടു. അന്ന് ഹേരോദാവ് മതിയല്ലോ. ഏതായാലും വൈര്യമായിരുന്നവർ രണ്ടുപേരും കൂടെ സ്നേഹിതരായി. ഇതാണ് അഞ്ചാമത്തെ വിസ്താരം. ആറാമത്തെ വിസ്താരം തിരിച്ചിങ്ങോട്ട് വിട്ടല്ലോ പീലാത്തോസിന്റെ അടുത്തേക്ക്. പീലാത്തോസിന് മുമ്പിൽ ആറാമത്തെ വിസ്താരം മത്തായി 27:15 മുതൽ 26 വരെ, മർക്കോസ് 15:6 മുതൽ 15 വരെ, ലൂക്കോസ് 23:13 മുതൽ 25 വരെ, യോഹന്നാൻ 18:39 മുതൽ 19:16 വരെ. ഇത്രയും ഭാഗത്ത് പീലാത്തോസിന് രണ്ടാം വിസ്താരം കാണാം. ഈ രണ്ടാം വിസ്താരത്തിന്റെ ഒടുവിൽ അവൻ നീതിമാനാണെന്ന് തെളിഞ്ഞതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, ജനത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി രണ്ടിനും ഇട കിടന്ന് പീലാത്തോസ് ഇറങ്ങി ഇരുങ്ങുക. ഭാര്യ ഒരു കുറിപ്പും കൊടുത്തയച്ചു, ആ നീതിമാൻ രക്തത്തിൽ ഇടപെടരുത്. ഇതും കൂടെ ആയപ്പോഴത്തേന് വല്ല വിധേനെ രക്ഷപ്പെടണം. ഉടനെ എന്നാൽ ജനത്തെ പ്രസാദിപ്പിക്കാൻ വേണം. ഉടനെ എന്ത് ചെയ്തു? ഞാനിവനെ അടുപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞ് പ്രിട്ടോറിയത്തിലേക്ക് വിട്ടു, ആസ്ഥാനത്തേക്ക്. സഹോദരന്മാരെ, നിങ്ങൾ ആസ്ഥാനത്തേക്ക് പടയാളികൾ അവനെ ആസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് കോട്ടുവായും വിട്ടോണ്ട് വായിക്കല്ലേ പ്ലീസ്. നമ്മൾ എന്നതാ വിചാരിക്കുന്നത്? ആസ്ഥാനം എന്ന് പറഞ്ഞാൽ പട്ടാള ക്യാമ്പാ. എൻ്റെ പൊന്നു കർത്താവിനെ പട്ടാള ക്യാമ്പിനകത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവനെ ഉപദ്രവിച്ച ഉപദ്രവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനല്ലേ ഉള്ളൂ. ശരിക്കും അവനെ ഉപദ്രവിച്ചു, അവൻ്റെ വസ്ത്രം മാറ്റി. അതിലൂടെ പീലാത്തോസ് പറഞ്ഞിരിക്കുകയാണ്, ദയനീയമായി അടിച്ചേക്കണം, കണ്ട സഹതാപം തോന്നണം, പൊക്കോട്ടെന്ന് പറയണം. അതിനാ ഉദ്ദേശം. കൊല്ലാതെ എങ്ങനെ രക്ഷപ്പെടണം. പക്ഷെ ജനത്തെ പ്രീണിപ്പിക്കുകയും വേണം. അതിനുവേണ്ടി ഈ റോമൻ ചാട്ടവാറ് കൊണ്ടുള്ള അടി എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ല കേട്ടോ. അടി കൊള്ളുന്നവൻ്റെ കൈകൾ പിണച്ചു നിർത്തും, പിണച്ചു മുകളിൽ കെട്ടും. എന്നിട്ട് 2 പടയാളികൾ ഇടം വല നിൽക്കുക. പല തോങ്സ് 7 തുകൽ വാറുകൾ ഒരുമിച്ച് ചേർത്ത ഒരു വടിയിൽ പിടിപ്പിച്ചിരിക്കുക. ഈ തുകൽ വാറുകളുടെ മേൽ അതിൻ്റെ അറ്റത്തെല്ലാം ചൂണ്ട, മുൾക്കൊളുത്ത്, അസ്ഥിക്കഷ്ണം, ഈയക്കട്ടി ഇതെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ആണി ഇതെല്ലാം ഉണ്ട്.
ശതാധിപൻ, അതൊക്കെ വളരെ ഔപചാരികമാണ്. അതിൻ്റെ വിധി വായിക്കും ആദ്യം. റോമൻ നിയമം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിരുന്നു. പാക്സ് റോമാന, റോമൻ സമാധാനം, റോമൻ നിയമം, ഇതൊക്കെ വളരെ പ്രധാനമായിരുന്നു. ജസ്റ്റീനിയൻസ് കോഡ് അറിയാമല്ലോ. ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കോഡാണ് ഇന്നും നിയമസംഹിതയുടെ അടിസ്ഥാനം. അവിടെ ഔപചാരികമായി അവിടെ വായിക്കും. ഗലീല പ്രവിശ്യയിൽ അല്ലെങ്കിൽ യഹൂദ്യ പ്രവിശ്യയിലെ ഇത്രാമത്തെ റോമൻ ഗവർണറായി ഇന്ന കൈസറുടെ ആജ്ഞയാൽ ഗവർണറായിരിക്കുന്ന ഇന്നോർ ഇന്ന ഇത്രാം വർഷം തൻ്റെ വാഴ്ചയുടെ ഇത്രാം വർഷം ഇന്ന ദിവസം ഇന്ന തീയതിയിൽ നൽകിയിരിക്കുന്ന വിധി എന്ന് പറഞ്ഞ് ഇന്നിടത്തുകാരനായ ഇന്നാരെ ഇത്ര അടി, ഇന്ന കുറ്റത്തിനെന്ന് പറയാൻ അവിടെ ഇല്ല. അടിക്കാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ച് ശതാധിപൻ ഇത് വായിച്ചിട്ട് എന്ന് പറയും. എന്ന് പറയുമ്പോൾ സാധാരണ വലത്ത് നിൽക്കുന്ന പടയാളി തൻ്റെ ചാട്ടവാർ ചുഴറ്റി അവൻ്റെ മേലെ അടിക്കും. അടിക്കുമ്പോൾ ഈ ആണിയും മുൾക്കൊളുത്തും ചൂണ്ടയും ഒക്കെ ശരീരത്തിൽ മാംസത്തിൽ തറച്ചു കയറും. തറച്ചു കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഊരിയെടുക്കുകയല്ല, ബലമായി വലിച്ച് പറിച്ചെടുക്കുക. സുവിശേഷകന്മാർ പറഞ്ഞതിനേക്കാൾ വ്യക്തമായ ചിത്രം പ്രവചനങ്ങളിലാണ്. അതാണ് ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. വലിച്ചു പറിച്ചെടുക്കുമ്പോൾ അത് കഠിനമായ ഒരു ജോലിയാണ്. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ കണ്ടത്, that soldier needs a breather. അവനൊന്ന് ശ്വാസം വിടാൻ ഒരു നിമിഷം വേണം. അതുകൊണ്ട് 2 എന്ന് പറയുമ്പോൾ ഇടത്ത് നിൽക്കുന്ന പടയാളി അടിക്കും, വലിച്ചു കീറും. ഇങ്ങനെ 39 അടി കൈകാലുകളിലും പുറത്തും എല്ലാമായി ശരീരം മുഴുവൻ അടിച്ചു കീറും. രക്തം വാർന്നൊഴുകും. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ചിന്ത തോന്നി, മുള്ളുകൊണ്ടൊരു കിരീടം വിടയാ. പട്ടാളക്കാരെ കൈ കിട്ടിയതല്ലേ. as flies to wanton boys എന്ന് പറഞ്ഞ പോലെ, വികൃതി കുട്ടികളുടെ കയ്യിൽ ഒരു പൂമ്പാറ്റയെ കിട്ടിയെന്ന് പറഞ്ഞ പോലെയാണ്. മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി. അതൊക്കെ വളരെ പ്രധാനമാണ്. അന്നത്തെ ആയുധ ശേഖരങ്ങളിൽപ്പെട്ട ഒരൈറ്റമായിരുന്നു മുള്ള്. റോമൻ പടയാളികളൊക്കെ വനപ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ കഠാരമുള്ള് കണ്ടാൽ, വലിയ മുള്ളുകൾ കണ്ടാൽ, കഠാരമുള്ളെന്നാണ് പറയുന്നത്, കഠാരയ്ക്ക് തുല്യമായ മുള്ള്, ആ മുള്ളൊക്കെ മൂടോടെ വെട്ടിയെടുക്കും. വെട്ടിയെടുത്തിട്ട് അതിലവർ ചില രാസവസ്തുക്കൾ തേച്ച് പിടിപ്പിച്ച് ഉണക്കും. ഉണക്കിയെടുത്താൽ അത് ഇരുമ്പിൻ്റെ ബലമാണ്. അതിന് പിന്നെ അത് വളയും. ഈ മുള്ള് അവർ ആയുധമായി ഉപയോഗിക്കും. ഇന്നല്ലേ ആയുധങ്ങൾ ഒത്തിരി ഉള്ളത്, അന്ന് ആയുധങ്ങൾ അത്രയുമില്ല. ഇത് പടയാളികൾ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ്. തിരുവെഴുത്തിലുമുണ്ട്, യഹൂദന്മാരും അത് ഉപയോഗിക്കുമായിരുന്നു. ആ ദേശത്തെ ഒരു പട്ടണം പിടിച്ചാൽ ആ പട്ടണവാസികളായ ആളുകളെ മുള്ളുകൊണ്ട് പീഡിപ്പിക്കും. എന്ന് പറഞ്ഞാൽ മുള്ളുകൊണ്ട് അടിച്ചു വലിക്കും. അതിനുപയോഗിക്കുന്നതാണ് ഈ മുള്ളുകൾ. ഇത് ചുരുളുകളാക്കി പട്ടാള ക്യാമ്പുകളിൽ ശേഖരിച്ചിരിക്കും. മനസ്സിലായില്ലേ? അപ്പോഴാണ് പടയാളികൾക്ക് ഒരു ചെറിയ ഫാൻസി തോന്നി. അത് ദൈവത്താൽ അനുവദിക്കപ്പെട്ടത്. സ്തോത്രം. എന്താണ്? ഇതും കൊണ്ടൊരു കിരീടം ഉണ്ടാക്കാം. ആ മുള്ളെടുത്തൊരു കിരീടം പോലെ ഉണ്ടാക്കി ഇതിൻ്റെ തലയിൽ വെച്ച് അടിച്ച് താത്തും. അടിച്ചു താത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തലയിലൊരു മുറിവുണ്ടായാൽ ഒരു മുള്ളടിച്ച് താക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതിനെ സംബന്ധിച്ച് പ്രൊഫസർ രാജു കുർള എന്ന് പറയുന്ന CMS കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറായിരുന്ന ആ ദേവദാസൻ തൻ്റെ ഒരു അനുഭവം പറഞ്ഞു. കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സംസാരിച്ചു പറഞ്ഞത്, ഒരു യോഗത്തിൽ തന്നെ സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, തൻ്റെ മുറ്റത്തൊരു നല്ലൊരു കൊച്ചു പൂന്തോട്ടം പോലെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു വലിയൊരു ബോഗൻവില്ല ഇങ്ങനെ നല്ല മനോഹരമാക്കിയിരിക്കുക. അതിൻ്റെ കീഴിലിരുന്ന് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുക.
പുല്ല് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ റോഡിൽ വന്ന് വിളിച്ചു. അതേ ഒരു പുതിയ കാറ് മേടിച്ചതും കൊണ്ടാണ് വന്നത്. സ്നേഹിതൻ കാറേ ഇരുന്നുകൊണ്ട് കാറ് നിർത്തിയിട്ട് വിളിച്ചപ്പം സ്നേഹിതൻ്റെ പുതിയ വണ്ടി. അപ്പം അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് വിളിച്ചപ്പോഴത്തേന് മോളിൽ ബോഗൻവില്ല ആണെന്നുള്ളത് ഓർക്കാതെ അങ്ങ് എഴുന്നേറ്റു. രാജകൊലസാനെ അറിയാവുന്നവർക്കറിയാം, കഷണ്ടിയാ. എഴുന്നേറ്റതും ഒരു മുള്ള് തലയിലേക്ക് തറച്ചിറങ്ങി. വേഗം ഇങ്ങനെ ഊരി ചെറിയ ചോര പിടിച്ചു പോയി. പക്ഷേ അത് വലിയ കോംപ്ലിക്കേഷനായി. അനേക ദിവസങ്ങളിലേക്ക് അതിവേദനയായിരുന്നു. അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞത്, തലയിൽ, എൻ്റെ കർത്താവിൻ്റെ തലയിൽ മുൾമുടി വെച്ച് അടിച്ചു എന്നുള്ളതിൻ്റെ ഗൗരവം ഞാൻ അനുഭവിച്ചെന്നാണ് പറഞ്ഞു. നിസ്സാരമായ കാര്യമല്ല, അതിനൊരു പ്രധാന കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ഫലമായ ശാപത്തിന്റെ പ്രതീകമാണ് മുള്ള്. 33-ാം അധ്യായത്തിൽ നിന്റെ നിമിത്തം മുള്ളും പറക്കാരെയും പാപത്തിന്റെ ഫലമായ ശാപത്തിന്റെ അടയാളമാണ്. സ്തോത്രം. മുള്ളുകൊണ്ടുള്ള കിരീടം എൻ്റെ കർത്താവ് തലയിൽ ധരിച്ചു എന്ന് പറഞ്ഞാൽ ശാപം വഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഇത്രയും തെളിയിച്ചു കൊടുത്തിരിക്കെ പോലും ശാപമുണ്ടെന്ന് പറയുന്നവരെ എന്ത് ചെയ്യണം? നമുക്ക് മിനിമം ബോയ്ക്കോട്ട് ചെയ്യാം. 2, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 3, അവർക്ക് സ്നേഹത്തോടെ വിശദീകരിച്ചു കൊടുക്കാൻ ഉത്സാഹിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചെറിയ വിശദീകരണം കൂടെ പറയാം. നിങ്ങൾ ഹോരേബിലേക്ക് നോക്കാം. ഹോരേബിൽ നോക്കിയാൽ ആട് മേയിച്ചുകൊണ്ടിരിക്കുന്ന മോശയ്ക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടാകുന്നു. മുൾപ്പടർപ്പിൽ തീയെരിയുന്നു. പക്ഷെ മുൾപ്പടർപ്പ് എന്തുപോകുന്നില്ല. ഒത്തിരി 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 അർത്ഥമുള്ളൊരു ദർശന. അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം പറയുന്നു. തീയുടെ പ്രമാണം ആ സ്ഥലത്ത് ചില നാൾക്ക് ശേഷം കൊടുക്കുക. അഗ്നിമയമായ ഒരു പ്രമാണം. 1000 വിശുദ്ധന്മാരടുത്ത് നിന്ന് അഗ്നിമയമായ പ്രമാണവുമായി ദൈവം പ്രത്യക്ഷനായി. ആ മുൾപ്പടർപ്പിന്റെ ഭാഗത്ത് അവിടെ തന്നെ തീയുടെ പ്രമാണമെന്ന ന്യായപ്രമാണം പാപപരിഹാരത്തിനായി ഇസ്രായേലിനെ ഏൽപ്പിച്ചു. പക്ഷേ തീയുടെ പ്രമാണം കൊണ്ട്, ന്യായപ്രമാണം കൊണ്ട് പാപവും അതിന്റെ ഫലമായ ശാപവും പരിഹരിക്കപ്പെട്ടില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മുള്ളിന്റെ മേൽ തീ എരിഞ്ഞതുകൊണ്ട് മുള്ളിന് മാറ്റം ഇല്ല. ആ മുള്ളിന് നീക്കം വരാൻ ആ പ്രമാണം കൊടുത്തവൻ ഇവിടെ വന്ന് ആ മുള്ളു കൊണ്ടുള്ള കിരീടം തൻ്റെ തലയിൽ ധരിച്ചു. യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഓരോ വിശദാംശങ്ങളെയും വളരെ വിശദമായി ചിന്തിക്കാനുണ്ട്. സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ അധികം നിൽക്കുന്നില്ല. എങ്കിലും ഇന്ന് ഈ ദുരുപദേശം പഠിപ്പിക്കാൻ കാരണമായതുകൊണ്ടും നിഷ്കളങ്കരായ അനേക ദൈവമക്കൾ തെറ്റിപ്പോകുന്നത് കൊണ്ടും ഇതിന് ഇച്ചിരി പ്രാധാന്യം കൂടുതൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ മുൾമുടിയും ധരിച്ചു, അടിമുടി അടിച്ചു കീറപ്പെട്ടവനായി, കയ്യിലൊരു ചതഞ്ഞ ഞാങ്ങണ ചെങ്കോലിന് പകരം പിടിപ്പിച്ചുകൊണ്ട് ഒരു യേശുവിനെ കൊണ്ടുവന്നു. പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നിസ്സഹായനായി, തളർന്ന്, അവശനായി. നമ്മളവിടെ വായിക്കുന്ന മുഖത്തെ രോമം എല്ലാം പിഴുതെടുത്തു, കാർക്കിച്ചവന്റെ മുഖത്ത് തുപ്പി, മുഷ്ടി ചുരുട്ടി ഇടിച്ചു. യേശുവെ പ്രവചിക്ക്, നിന്നെ ഇടിച്ചതാരാന്ന് പറ. 2 കണ്ണും കലങ്ങി, മൂക്കൊക്കെ ഇടിച്ച് ചതച്ച്, ചുണ്ടൊക്കെ ഇടിച്ചു ചതച്ച്. എനിക്കത് പറയാനറിയില്ല. പരിക്ഷീണനോയി, തലയിൽ നിന്ന് രക്തമൊഴുകുന്നു, ശരീരം മുഴുവൻ രക്തമൊഴുകുന്ന നീണമണിഞ്ഞ മശിഹ കൊണ്ടുവന്ന് നിർത്തി. പീലാത്തോസ് പറഞ്ഞു, ഇത് കണ്ടാൽ പിന്നെ ഇനി ഇവനെ വിട്ടേക്കാൻ പറയും എന്ന പ്രതീക്ഷയില്ല. ആ മനുഷ്യനിതാ. അത് പറഞ്ഞപ്പോൾ
ജനം പറയാ, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. പീലാത്തോസ് നടുങ്ങി കാണും. ഇവന്റെ കഠിന ഹൃദയം. അടുത്ത് രക്ഷപ്പെടാനായിട്ട് അവനൊരു നിർദ്ദേശം പറഞ്ഞു, ബറബ്ബാസ്. പെരുന്നാൾ തോറും ഒന്നും ഒരാളിനെ വിടുമല്ലോ. ഒരിക്കലും അവർ വിടാൻ പറയാത്ത ഒരുത്തനെ പറഞ്ഞു നിർദ്ദേശിച്ചു. 2-1 പിടിച്ചോളാൻ പറഞ്ഞു. ഒന്നീ ബറബ്ബാസിനെ വിടും. മനസ്സിലായോ? ബിൻലാദിനെ പിടിച്ചെങ്കിൽ മനസ്സിലായോ? ഒന്നിപ്പം ബിൻലാദിനെ വിടും, അല്ലെ യേശുവിനെ എന്ന് പറഞ്ഞതുപോലെ. മനസ്സിലാവുന്നുണ്ട്? അതോ ബിൻലാദനാണോ ഇപ്പൊ കൂടുതൽ ടെറർ, അതോ സദ്ദം ഹുസൈനാണോ? ആരെങ്കിലും ആട്ടെ, അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. 2 ആരെ വേണമെന്ന് ചോദിച്ചു. ജനങ്ങൾ ചിന്താ കുഴപ്പത്തിലായി. മഹാപുരോഹിതന്മാരവിടെ നിൽപ്പുണ്ട്. ബറബ്ബാസിനെ മതി പറയണം. നമ്മൾ വായിക്കുന്ന ബറബ്ബാസിനെ ചോദിക്കാൻ നിർബന്ധിച്ചു. ബറബ്ബാസിനെ മതി. അപ്പൊ പീലാത്തോസ് ചോദിക്കുന്നു, പിന്നെ യേശുവിനെ എന്നാ ചെയ്യാന്? ഞാൻ യേശുവിനെ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. സ്തോത്രം. ഒരിക്കലൊരു ചിന്തയും ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. യോഗത്തിൽ നിങ്ങൾ യേശുവിനെ എന്തു ചെയ്യും? നിങ്ങൾ ഏറ്റുകൊള്ളുമോ? അവനെ ക്രൂശിക്കും? വാട്ട് വിൽ യു ഡു വിത്ത് ജീസസ്? എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ എല്ലാമായി ഞാൻ അവനെ സ്വീകരിക്കുന്നു. മുഴങ്കാലുകൾ ഞാൻ അവനെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ ആരുണ്ട്? അവിടെ ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. ഇത്രയും ആയപ്പോൾ അവനെ ക്രൂശിക്കോ നിലവിളി കൂട്ടുക. നമ്മൾ വായിക്കുന്നു, ആരം അധികമാകുന്നതല്ല, അതൊന്നും സാധിക്കുന്നില്ല. ലഹളയാകുക. പീലാത്തോസ് വിചാരിച്ച് ചൊവ്വെ കാണാഞ്ഞിട്ടാണ്. യേശുവിൻ്റെ ദയനീയ അവസ്ഥ ഇവർ ചൊവ്വെ കാണാഞ്ഞിട്ടാണ്. പെസഹയല്ലേ, അതുകൊണ്ട് ഈ ജാതീയനായവൻ്റെ വീട്ടുമുറ്റത്തോട്ട് കയറിയാൽ, പീലാത്തോസ് ജാതീയനല്ലേ, അവൻ്റെ വീട്ടുമുറ്റത്തോട്ട് കയറിയാൽ അവർ അശുദ്ധരാകും. കാണിക്കുന്ന കുരുത്തക്കേട്, നിഷ്കളങ്കൻ്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടുക, അതൊന്നും അശുദ്ധമല്ല. ഈ മുറ്റത്തോട്ട് കയറുന്ന അശുദ്ധം. പോട്ടെ, അവരങ്ങനെ നിൽക്കുക, പുറത്ത് മാറി നിൽക്കുക. പീലാത്തോസ് വിചാരിക്കും ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ്. തൻ്റെ ശിഷ്യന്മാർ, തൻ്റെ പരിചാരകന്മാരോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ആ കൽത്തളത്തിൽ അവരുടെ അടുത്തോട്ട് എൻ്റെ ന്യായാസനം എടുത്തിടാൻ പറഞ്ഞു. ഗബ്ബഥ എന്ന കൽത്തളത്തിലോട്ട് പീലാത്തോസ് തൻ്റെ സിംഹാസനം എടുത്തിട്ടു, ന്യായാസനം എടുത്തിട്ടു. ജനത്തിൻ്റെ വളരെ അടുത്ത്, ചൊവ്വ കാണട്ടെ അതിനു വേണ്ടി. ഗബ്ബഥായിൽ പീലാത്തോസ് എഴുന്നള്ളിയിരുന്നു. സ്തോത്രം. യേശുവിനെ വരുത്തി. കണ്ടോന്ന് ചോദിച്ചു. പീലാത്തോസ് പ്രതീക്ഷിച്ചു. അവർ പറയാം, എടാ ഇഞ്ചനാര് വരുവാക്കി, ഇനി എന്നെ കൊല്ലാന്, കൊല്ലാതെ കൊന്നല്ലോ, വിട്ടേരെന്ന് പറയും എന്ന് പീലാത്തോസ് ആഗ്രഹിച്ചു. പക്ഷേ അതിന് മനസ്സില്ല. അതാണ് ഗബ്ബഥായിലെ അവസാനത്തെ വിസ്താരം. 7ാം വിസ്താരമാണ് ഗബ്ബഥായിലെ വിസ്താരം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ 31 വരെ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെ. ഈ 2 ഭാഗങ്ങളിൽ ഗബ്ബഥായിലെ വിസ്താരം കാണാം. അവിടെയും ചെന്നപ്പോൾ ഒരു ഗതിയുമില്ല, ഇവർ കീഴ്പ്പെടുന്നില്ല. അവസാനം മനസ്സോടെ ആ റോമൻ ന്യായാധിപൻ എഴുന്നേറ്റു. തന്റെ പരിചാരകന്മാരോട് പറഞ്ഞു, വെള്ളം കൊണ്ടുവാ. അവരൊരു പാത്രത്തിൽ വെള്ളവുമായി വന്നപ്പോൾ ന്യായാസനത്തിൽ എഴുന്നേറ്റ് ന്യായാധിപൻ തന്റെ കൈകൾ നീട്ടിപ്പിടിച്ചു. നീതിന്യായ കോടതിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് അവർ വെള്ളം ഒഴിച്ചപ്പോൾ പരസ്യമായി കൈ കഴുകി. ഞാൻ വിശ്വസിക്കുകയാണ്, ന്യായാധിപൻ തന്റെ കൈകൾ ഉയർത്തി. ആ വിരൽ തുമ്പിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുമ്പോൾ അവനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവുമില്ല, മരണയോഗ്യമായത് ഒന്നും ചെയ്തവനല്ല. ജനിച്ചു വീണ നിമിഷം മുതൽ
ആ നിമിഷം വരെ അവൻ പരിശോധിക്കപ്പെടുകയാണ്. ഒരു കുറ്റവുമില്ല, പരിപൂർണനാണ്. നിങ്ങൾ ഇവനെ കൊണ്ട് ക്രൂശിക്കും. പീലാത്തോസ്, നിങ്ങൾ എന്തായി പറയുന്നത്? കുറ്റമില്ലെന്ന് വിധി എഴുതിയ ശേഷം അവനെ ക്രൂശിക്കുകയോ? സ്വർഗത്തിലെ ദൈവമാണ് അതിന് മറുപടി പറയുന്നത്. കാരണം വിസ്താരമധ്യേ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് അറിഞ്ഞുകൂടെ ഞാൻ ആരാന്ന്? നിന്നെ വെറുതെ വിടാൻ എനിക്ക് അധികാരമുണ്ട്, നിന്നെ ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ട്, നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, മേലിൽ നിന്ന് തന്നില്ലായിരുന്നെങ്കിൽ നിനക്കൊരധികാരവും ഇല്ലായിരുന്നു. മേലിൽ നിന്ന് ഇപ്പം നിനക്ക് എൻ്റെ മേലൊരധികാരം തന്നേക്കുക. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ നീതിയാണ് നടന്നത്. നമ്മുടെ മുമ്പിൽ അന്യായമാണെങ്കിലും ദൈവത്തിൻ്റെ നീതിയാണ്. എന്താണ് നീതി? കുറ്റമുള്ള നമ്മെ എല്ലാം വെറുതെ വിടാൻ. കുറ്റമുള്ള നമ്മെ എല്ലാം വെറുതെ വിടാൻ കുറ്റമില്ലാത്ത പരിശുദ്ധനെ നമുക്ക് പകരം ക്രൂശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 49 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ്, സ്തോത്രം, ഔദ്യോഗികമായ ഒരു പ്രവചനം നടത്തി. നിങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം, 49 മുതൽ 51-ാമത്തെ വാക്യമാണ്. അവിടെ ജനത്തിനു വേണ്ടി യേശു മരിക്കാനിരുന്നത് അവൻ പ്രവചിക്കുക. പുരോഹിതൻ പറയുക, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ജനത്തിനു പകരം ജാതിക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് നന്നെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഒന്ന് വായിച്ചേരെ, എടുത്തേക്ക് വായിച്ചേരെ, വേഗം വായിക്കണം പ്ലീസ്. 49 വേഗം വായിക്കണേ, അല്ലേ നിർത്താം. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്മ എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. വായിച്ചോ. അവനത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിന് വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. വായിച്ചാട്ടെ, വേഗം വായിക്കാം. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. കേട്ടോ, നമ്മുടെ കാര്യം കൂടെ അവിടെ എഴുതിയേക്കുന്നത്. ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കേണ്ടത്. നമ്മുടെ പാപം വഹിച്ചുകൊണ്ട്, നമ്മുടെ പാപത്തിന് കുറ്റം വഹിച്ചുകൊണ്ട് നമുക്ക് പകരം അവൻ ശിക്ഷിക്കപ്പെട്ടു. യേശുവിനോടുള്ള സഹതാപം കൊണ്ട് നമ്മുടെ ആരുടെയും മനസ്സിൽ വേദന വേണ്ട. നമ്മുടെ കണ്ണ് നനയേണ്ടത് യേശുവിനോടുള്ള സഹതാപം കൊണ്ടല്ല, ഈ പാടുകൾക്ക് എൻ്റെ പാതകമാണ് കാരണം. യേശുവിനെ ക്രൂശിച്ചത് ഞാനും നിങ്ങളുമാണ്. മലയാളത്തിലൊരു പാട്ടുണ്ട്, ആ പാടുകൾക്കെൻ്റെ പാതകം തന്നെ കാരണം പ്രിയ രക്ഷക. അതെ, സ്തോത്രം. അവർ അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു. ഞാൻ ഈ രാത്രി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ രാത്രി ഈ മരണത്തിൽ നമുക്ക് പങ്കുണ്ട്. യേശു വഹിച്ചത് നമ്മുടെ പാപത്തിൻ്റെ കുറ്റമാണ്. യേശു സഹിച്ചത് നമ്മുടെ ശിക്ഷയാണ്. സ്തോത്രം. അതിലുള്ള നമ്മുടെ പങ്ക് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ആ മരണത്തിൽ എനിക്ക് പങ്കുണ്ട്. ഇത് ഹൃദയപൂർവ്വം വിശ്വസിക്കണം, വായ് കൊണ്ടേറ്റ് പറയണം. ആ മരണത്തിൽ പങ്കാളിയാകാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് വിശ്വാസാനന്തരമുള്ള ജലസ്നാനം. റോമർ 6-ാം അധ്യായം 2 മുതൽ നിങ്ങൾ വായിക്കണം. അതിൽ പങ്കാളിയാകണം. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവിന് വേണ്ടി ജീവിക്കണം. നമ്മളെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. നിങ്ങൾ യേശുവിനെ എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു വിത്ത് ജീസസ്? നിങ്ങൾ യേശുവിനെ എന്ത് ചെയ്യും?
ഹല്ലേലൂയ. നമ്മൾ അവനെ ക്രൂശിച്ചു. ഇനി നമ്മുടെ ഹൃദയത്തിൽ എല്ലാമായി അവനൊരു സ്ഥാനം കൊടുക്കുമോ? നമ്മുടെ ഹൃദയം അതിനായി തുറക്കുമോ? നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മളെ ഒന്ന് പരിശോധിക്കാം. ഹൃദയം ഒന്ന് തുറന്നാട്ടെ. കർത്താവ് ഇവിടെ ഉണ്ട്, നമ്മെ നിത്യതയ്ക്ക് യോഗ്യരാക്കാൻ. അവത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? എന്റെ ദൈവത്തെ എന്റെ ദൈവത്തെ ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് ആ പാട്ട് നമുക്ക് പാടി അത് നമ്മുടെ തീരുമാനമാകട്ടെ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ട സമർപ്പണത്തോടെ രാത്രികാലം കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്, വരച്ചു കാട്ടിയിരിക്കുകയാണ്. ദൈവത്തിരുനാമവും മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കുറച്ചുപേരും കൂടി വരാനുണ്ടാവും. സാരമില്ല. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം വേണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ചില സഹോദരങ്ങൾ അതിനെ എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്നലെയില്ല ഞാൻ പല പ്രിയപ്പെട്ടവരും ഇന്നുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നു പറഞ്ഞെന്നുള്ളത് ആദ്യം പറയേണ്ടി വരും. അതെല്ലാം പറയാൻ പോയാൽ ഇന്നലെ നമുക്ക് കൂടുതൽ സമയം കിട്ടിയ ദിവസമാണ്. നമ്മൾ 8 കഴിഞ്ഞപ്പോഴേ തുടങ്ങി നമുക്ക് 10:30 വരെ അങ്ങ് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതെല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് പറഞ്ഞ് വിശദീകരണം ആവശ്യമുള്ള ഭാഗത്തെക്കുറിച്ച് അല്പം വിശദീകരണം പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന അത്രത്തോളം കാര്യങ്ങൾ പറയാനായിട്ട് കഴിയാതെ പോകുമല്ലോ. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തതെന്നും എന്താണ് ന്യായപ്രമാണമെന്നും നമ്മൾ ചിന്തിച്ചു. ന്യായപ്രമാണം കൊടുത്തതിൻ്റെ പല ഉദ്ദേശങ്ങളുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം പാപപരിഹാരത്തിനായി നിയമിക്കപ്പെട്ട ദൈവവ്യവസ്ഥകൾ മനുഷ്യവർഗത്തെ അറിയിക്കുക എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധി എന്നോണം ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് പാപപരിഹാരത്തിന് നിയമിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾ അവരെ ഏൽപ്പിക്കുകയാണ്. പാപത്തെ അത് നിർവചിച്ചു, പാപിടമുള്ള ശിക്ഷ വിധിച്ചു. പിന്നെ പാപപരിഹാരത്തിന് നിർദ്ദേശിക്കപ്പെട്ട വ്യവസ്ഥകൾ പാലിക്കുവാൻ മനുഷ്യൻ അശക്തനാണെന്ന് മനുഷ്യന് ബോധ്യപ്പെടാനുള്ള ഒരവസരമായിരുന്നു ഏത്? ന്യായപ്രമാണം. ജഡത്തിൻ്റെ ബലഹീനത അതാണ് അത്യന്തം പാപമെന്ന് തെളിയേണ്ടതിന് പ്രമാണം വന്നപ്പോൾ ഞാൻ മരിച്ചു. നമ്മളതൊക്കെ ചിന്തിച്ചതാ അതൊക്കെ. അപ്പോൾ ഞാൻ ബലഹീനനാണെന്നുള്ള കാര്യം, പാപപരിഹാരത്തിന് നിയമിക്കപ്പെട്ട വ്യവസ്ഥകൾ പാലിച്ച് പാപപരിഹാരം പ്രാപിക്കുവാൻ മനുഷ്യൻ അശക്തനാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവൻ്റെ ബലഹീനത അവനെ തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു നല്ല ഉപാധിയായിട്ടാണ് സ്തോത്രം ന്യായപ്രമാണം ഉപകരിച്ചത്. സ്തോത്രം. കാര്യം എന്താ? നമ്മൾ കണ്ടതാണല്ലോ.
ഏതേൻ മുതൽ മനുഷ്യൻ ഞാൻ ചെയ്തോളാം എന്നുള്ള അഹുങ്കിലാണ്. വിനയപ്പെടാൻ ആർക്കും മനസ്സില്ല. ഇന്നും മനുഷ്യന്റെ സ്വഭാവം എനിക്കാരുടെയും ഓശാരം വേണ്ടെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ, നിർത്ത്, മതി, ഇനി മേല ഇനി ഇതിനോട് പറഞ്ഞേക്കരുത്. ഒരുത്തനെ കുരുതി കൊടുത്തേച്ച് എനിക്കൊരു സ്വർഗവും വേണ്ട, എനിക്ക് വേണ്ടി ആരും, എനിക്ക് പകരം ആരും മരിക്കണ്ട, ഞാൻ ആത്മാഭിമാനമുള്ളവനാ. നീ എന്നാ പറയുന്നേ? വേറൊരാൾ എനിക്ക് വേണ്ടി മരിച്ചൊന്നു വേണ്ടെന്നേ, മരണമാണെങ്കിൽ ഞാൻ മരിച്ചോളാം, എനിക്ക് വേണ്ടി ആരും മരിക്കുമെന്നും വേണ്ട, ഇനി മേല ഇതെന്നോട് പറഞ്ഞേക്കരുതെന്ന് എന്നോട് പറഞ്ഞു. നമ്മുടെയൊക്കെ സ്വഭാവം അതല്ലേ? എന്നാൽ മരിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് മനുഷ്യനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അതവൻ അംഗീകരിക്കല്ല. അത് അംഗീകരിക്കാതിരിക്കുന്ന ആ അവസ്ഥയിലാണ് അവൻ. അപ്പോൾ അവന് ന്യായപ്രമാണത്തിന് വ്യവസ്ഥകൾ പാലിച്ച് ജീവൻ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് ബോധ്യപ്പെടാനുള്ള ഒരു ഉപാധിയായി ന്യായപ്രമാണം ഉപകരിച്ചു. സ്തോത്രം. മനസ്സിലായല്ലോ? അപ്പോൾ മനുഷ്യൻ പരാജയപ്പെട്ട് നിൽക്കുക. ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയില്ലാതെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ മനുഷ്യന് വേണ്ടി അത് നിവർത്തിക്കുവാൻ യേശുക്രിസ്തു ഇവിടെ വന്നു. മത്തായി 5:17, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാൻ വന്നു വിചാരിക്കരുത്, നിരൂപിക്കരുത്, നീക്കുവാനല്ല, നിവർത്തിപ്പാൻ. ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്ന കർത്താവ് ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചു. ഗലാത്യർ 4:4. ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ടായിരുന്നു. സ്തോത്രം. അതൊക്കെ നമ്മൾ അല്പം വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ നിവർത്തിക്കുവാനായി കർത്താവിടെ വന്ന് ന്യായപ്രമാണത്തിന് കീഴെ ജീവിക്കുക. അതുതന്നെയാണ് റോമർ 8:1 മുതൽ വായിക്കുമ്പോഴും കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്കൊരു ശിക്ഷാവധിയുമില്ല. ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം നമുക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് അവൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. കർത്താവ് ഇവിടെ വന്നു. പാപത്തിന് ഉള്ള ശിക്ഷ അവൻ തൻ്റെ ജഡത്തിൽ സഹിച്ചു. പാപം അവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചു. അതാണ് 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. സ്തോത്രം. അത് ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഗതസമനായിൽ പാപം ചുമക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. പാപം ചുമക്കുകയാണ്. യേശു തൻ്റെ പാവന ശരീരത്തിൽ മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമന്നു. മനുഷ്യവർഗത്തിന് പാപം ചുമന്നപ്പോൾ അവൻ പാപിയായോ? അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഓർക്കുന്നുണ്ടല്ലോ? ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ഏതാണ്ടൊരു ചിത്രം വന്ന്, യേശുക്രിസ്തു ഗതസമനായിൽ മനുഷ്യവർഗത്തിൻ്റെ പാപം വഹിച്ചപ്പോൾ അവൻ പാപിയായില്ല. അവൻ തൻ്റെ ശരീരത്തിലാണ് പാപം വഹിച്ചത്. കർത്താവ് വഹിച്ചത് പാപത്തിൻ്റെ കുറ്റവും അതിൻ്റെ ശിക്ഷയുമാണ്. സ്തോത്രം. അത് ഞാൻ വിശദീകരിച്ചായിരുന്നു. ശ്രദ്ധിക്കണേ. കർത്താവ് വഹിച്ചത് പാപത്തിൻ്റെ കുറ്റവും അതിൻ്റെ ശിക്ഷയുമാണ്. പാപം എന്ന് പറയുമ്പോൾ വേദപുസ്തകം അത് വളരെ വ്യക്തമായി നമ്മളെ പഠിക്കും. ഹമാർഷിയോളജി എന്ന് പറഞ്ഞാൽ തിയോളജിയിലെ ഒരു പ്രധാന ഭാഗമാണ്, ഒരു ബ്രാഞ്ചാണ്. പാപത്തെ സംബന്ധിച്ച് വിശദമായി തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപം എന്ന് പറയുമ്പോൾ അത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ല. പാപം നമ്മളായിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ദോഷവും ഒരാൾ ചെയ്തില്ലെങ്കിലും അയാൾ പാപി അല്ല എന്ന് വരുന്നില്ല. കാരണം പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. നമ്മളതൊക്കെ വിശദമായിട്ട് ചിന്തിച്ചതാണ്. ഓർക്കുന്നുണ്ടല്ലോ? അപ്പോൾ പാപമെന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക പ്രകൃതമാണ്. ലക്ഷ്യം തെറ്റിപ്പോയ അവസ്ഥയാണ്. പാപം മനുഷ്യനെ വല്ലാതെയാക്കി. പാപത്തിൻ്റെ ഫലമായി ശരീരം ബലഹീനമായി, ദേഹി വഷളായി, ആത്മാവ് നിർജീവമായി. നമ്മൾ ചിന്തിച്ചാൽ പാപം മനുഷ്യനെ ആകെക്കൂടി മനുഷ്യൻ്റെ 3 ഘടകങ്ങൾക്കും ഗുരുതരമായ കുഴപ്പമുണ്ടാക്കി. അതിൽ ഗുരുതരമായൊരു കുഴപ്പമുണ്ടായത് ദേഹിയിലാണ്. ആത്മാവ് നിർജീവമായി പോയി, ദേഹി വഷളായി. പാപത്തിൻ്റെ ഇരിപ്പിടം ദേഹിയാണ്, ശരീരമല്ല. കേൾക്കണേ. പാപത്തിൻ്റെ ഇരിപ്പിടം
ദേഹിയാണ്. എന്താ ദേഹി എന്ന് പറഞ്ഞാൽ? ദേഹം, ദേഹി, ആത്മാവ്. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. ദേഹം മണ്ണിൽ നിന്ന് എടുത്തതും, ഒന്നാമത്തെ ദിവസം ഞാൻ വിശദീകരണം പറഞ്ഞ, മണ്ണിൽ നിന്ന് എടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിനെക്കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതും, കണ്ടുകൊണ്ട് കാണുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു, ഈ മണ്ണിനെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതും മരിക്കുമ്പോൾ മണ്ണോട് മണ്ണിൽ ചേരുന്നതുമാണ് ശരീരം. ദ ബോഡി മേക്സ് us വേൾഡ് കോൺഷ്യസ്. ഇത് ഈ മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അത് വേൾഡ് കോൺഷ്യസ് ആക്കും നമ്മളെ. ഇനി 2, ആത്മാവിന് നിർവചനം പറഞ്ഞാൽ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് നമ്മെ പ്രാപ്തന്മാരാക്കുന്നതും മരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലേണ്ടതുമാണ്. സ്തോത്രം. ആത്മാവായ ദൈവം തൻ്റെ ആത്മചൈതന്യം ജീവശ്വാസത്തിൻ്റെ ഊത്തിനാൽ മനുഷ്യനിൽ നിക്ഷേപിച്ചു എന്ന് പറയാം. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ള ദൈവിക ചൈതന്യം ഉൾക്കൊണ്ടു. സ്തോത്രം. അതുകൊണ്ടാണ് മറ്റൊരു ജീവിയെയും സൃഷ്ടിക്കുമ്പോൾ ഈ പ്രോസസ്സ് കർത്താവ് ചെയ്തില്ല. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ബാക്കിയെല്ലാം ഉളവാക്കിയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ 2 ഘട്ടങ്ങൾ തന്നെ നമുക്ക് കാണാം. മണ്ണുകൊണ്ട് അവനെ മെനഞ്ഞു, അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. സ്തോത്രം. അപ്പോൾ ഒരു ഭൗമിക ഘടകവും ഒരു സ്വർഗീയ ഘടകം, ഒരു ആത്മിക ഘടകവും ഒരു ദൈവിക ഘടകവും മനുഷ്യനിലുണ്ട്. അപ്പോൾ ഈ ഭൗമിക ഘടകവും സ്വർഗീയ ഘടകവും മനുഷ്യൻ ചേർന്നിരിക്കുന്നു. ഇത് 2 കൂടി ചേരുമ്പോൾ രൂപപ്പെടുന്ന സ്വയബോധത്തിൻ്റെ ഘടകമാണ് ദേഹി. സ്തോത്രം. ദേഹി. ദേഹിയിൽ മനസ്സ്, ഹൃദയം അല്ലെങ്കിൽ വിചാരം, വികാരം, തോട്ട്, ഇമോഷൻസ്, ഇച്ഛാശക്തി, വിൽ പവർ, മനസാക്ഷി, കോൺഷ്യൻസ്, ഈ 4 ഘടകങ്ങൾ കൊണ്ട് ചേർന്ന് രൂപപ്പെടുന്ന സ്വയബോധത്തിൻ്റെ ഘടകമാണ് ദേഹി. സ്തോത്രം. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം, എൻ്റെ പേര് തോമസ് എന്നാണ്, ഞാനൊരു സുവിശേഷകനാണ്. ഞാനിവിടെ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഇന്ന വിഷയം ക്ലാസ് എടുക്കുന്നു, ഇന്ന സംശയം ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ വിശദീകരണത്തിലാണ്. പിന്നെ സമയം ഇത്രയായി, ഇന്ന സമയം വരെ പോകാം. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സദസ്സ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ പാറ്റേൺ ഓഫ് തിങ്കിങ്, ഇതൊക്കെ എനിക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു സ്വയബോധമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെയാണ്, ഒരു സ്വയബോധമുണ്ട്. ആ സ്വയബോധം തരുന്ന സെൽഫ് കോൺഷ്യസ് ആക്കുന്ന ആ ഘടകമാണ് ദേഹി. പാപം ചെയ്തപ്പോൾ ദേഹി അങ്ങ് വഷളാകുകയാണ്. ദേഹിയിൽ പിശാച് ഏറ്റവും ശക്തമായി അവിടെയാ പ്രവർത്തിക്കുന്നു. പാപത്തിൻ്റെ ഇരിപ്പിടം ശരീരമല്ല, ദേഹിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരീരത്തിലല്ല പാപം ഇരിക്കുന്നത്, ദേഹിയിലാണ്. പാപത്തിൻ്റെ കേന്ദ്രം ദേഹിയാണ്. ദേഹിയിൽ നിന്നാണ് ഇതെല്ലാം പുറപ്പെടുന്നത്. എൻ്റെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, പുറത്തുനിന്ന് അകത്തോട്ട് ചെല്ലുന്ന ഒന്നും മനുഷ്യനെ അസ്തനാക്കുന്നത് എന്ന് പറയുമ്പം മദ്യപാനം ഒക്കെ ആകാമെന്നല്ല എൻ്റെ അർത്ഥം. ആ സന്ദർഭം നമ്മൾ മറക്കരുത്. പുറത്തുനിന്ന് അകത്തോട്ട് ചെല്ലുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. പിന്നെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്ന ആ മനുഷ്യനെ അശുദ്ധനാകും. അകത്തുനിന്ന് ഹൃദയത്തിൽ നിന്ന് തന്നെ എന്ന് കർത്താവിടെ പറഞ്ഞു. ദുശ്ചിന്ത, മോഷണം, വ്യഭിചാരം, മദ്യപാനവും അകത്തുനിന്ന് ഇങ്ങോട്ട് വരിക ആദ്യം. പുകവലിയും അകത്തുനിന്ന് ഇങ്ങോട്ടാണ് ആദ്യം വരുന്നത്. കൊലപാതകവും അകത്തുനിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ കർത്താവ് കൊലപാതകത്തിനും ദുർമാർഗത്തിനുമൊക്കെ പുതിയ മാനങ്ങൾ നൽകിയത്, പുതിയ ഡെഫിനിഷൻ നൽകി. സ്തോത്രം. പഴയ നിയമ വ്യവസ്ഥ പ്രകാരം കത്തിയെടുത്ത് ഒരുത്തനെ കുത്തി കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകനാ. കോപിക്കുന്ന ഒരാളിനെ ഒന്ന് കണ്ട് പല്ലും ഉരുമ്മി കണ്ണുമുരുട്ടി മൂക്കും വിറപ്പിച്ച് കയ്യും ചുരുട്ടി അവൻ അടിമുട്ടി വിറച്ചോണ്ട് നിൽക്കുക. നാട്ടുപുറത്തൊക്കെ പറയല്ലോ, എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ പപ്പടം പോലെ പൊടിച്ചേനി, ചാലിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒരു എല്ല് തടയാൻ ഞാൻ ഒരു കുടി കുടിച്ചേനി. ഇതൊക്കെ പറയും മനുഷ്യൻ. പിന്നെ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ കൈക്കുള്ളിൽ ഒതുങ്ങി കിട്ടുന്നില്ല.
പിന്നീട് പോലീസിനെ പേടിയുണ്ട്, ഇതൊക്കെ കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊലപാതകം ചെയ്യും. അപ്പൊ അകത്തുനിന്ന് ഇത് പുറപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അകത്ത് ഓൾറെഡി അങ്ങ് രൂപപ്പെട്ട് കഴിഞ്ഞു. കണ്ടോ, കൈകൊണ്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ, സൗകര്യം കിട്ടാഞ്ഞുകൊണ്ട്. അപ്പോൾ അതെല്ലാം അകത്തുനിന്നാണ് പുറപ്പെടുന്നത്. പാപം അകത്താണ് അതിൻ്റെ ഇരിപ്പിടം, ദേഹി. അതിനാണ് ജഡം. ആ പാപപ്രകൃതം, പഴയ പാപപ്രകൃതം നമ്മളിൽ കുടികൊള്ളുന്നുണ്ട്. അതിന് തിരുവെഴുത്ത് പറയുന്ന മറ്റൊരു പേരാണ് ജഡം, ജഡത്തിന്റെ പ്രവൃത്തികൾ. സ്തോത്രം. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കണോ എന്നെനിക്ക് സംശയമില്ലാതില്ല. സ്തോത്രം. മനസ്സിലായത് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിൽ പാപം കടന്നില്ല, അവിടാണല്ലോ വിഷയം. സ്തോത്രം. കർത്താവ് പാപം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ആ പ്രകൃതം ഏറ്റെടുത്തെന്നല്ല. കർത്താവ് ഏറ്റെടുത്തത് പാപത്തിന്റെ കുറ്റവും അതിന്റെ ശിക്ഷയുമാണ്. കർത്താവ് പാപം ആ പ്രകൃതം ഏറ്റെടുത്തു എന്ന് വന്നാൽ കർത്താവ് പാപിയായാലും പാപിക്ക് പിന്നെ പാപിയെ രക്ഷിക്കാൻ ഒക്കൂ? ഞാൻ ഇന്നലെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതല്ലേ, മറക്കല്ലേ? ഇനിയും വ്യക്തമാകാനുണ്ടെങ്കിൽ ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം. ആരും വ്യക്തമാകാതെ പോകേണ്ട ആവശ്യമില്ല. അപ്പം പാപത്തിന്റെ കുറ്റവും അതിൻ്റെ ശിക്ഷയുമാണ് കർത്താവ് ഏറ്റെടുത്തത്. സ്തോത്രം. അതുകൊണ്ട് ഇന്നും നമ്മിൽ പാപപ്രകൃതം കുടികൊള്ളുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ കുടികൊള്ളുന്നു? പാപപ്രകൃതം കുടികൊള്ളുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ വേറൊരു വിഷയത്തോടുള്ള ബന്ധത്തിലാണത് ഇന്നലെ കൂടുതലത് വിശദീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ശാപം പൊട്ടിക്കുക എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു പുതിയ വേദവിരുദ്ധമായ ഒരു പരിപാടി പെന്തക്കോസ്തുകാർ എന്നും ബൈബിൾ ബിലീവിങ് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെയൊക്കെയുള്ള പരിപാടിയും കൊണ്ട് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് ഒരു കൂട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു സർക്കിളിൽ ഇതിങ്ങ് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനെ ദൈവവചനവുമായി ബന്ധമില്ലാത്തതെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിയിരുന്നതാണ്. എന്നാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഈ ഇന്നോവേറ്റീവ് പരിപാടികളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ വലിയ ആൾക്കൂട്ടത്തെ പിടിച്ചു നിർത്താൻ ഒക്കുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതി വന്നതുകൊണ്ട് ദ സോ കോൾഡ് മെഗാ ചർച്ചസ് ആർ റിസോർട്ടിങ് ടു ദീസ് തിങ്സ്. അത് വന്ന് അത് ഇപ്പം നമ്മുടെ ഇടയിലൊക്കെ അങ്ങ് ഇടയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവർ പറയുന്നു യേശു പാപം ഏറ്റെടുത്ത് പരിഹാരം വരച്ചെങ്കിൽ ഇപ്പോഴും നമ്മളിൽ പാപം ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഇന്നലെ നിങ്ങളെ വിശദീകരിച്ചു തന്നല്ലോ. യേശു ഏറ്റെടുത്തത് നമ്മളിൽ ഇന്നില്ല. യേശു ഏറ്റെടുത്തത് പാപപ്രകൃതമല്ല, പാപത്തിന്റെ കുറ്റവും അതിൻ്റെ ശിക്ഷയുമാണ്. പാപത്തിന്റെ ശിക്ഷ സഹിക്കുന്നതിനേക്കാൾ ഭയങ്കര വിഷമാണ് കുറ്റമേക്കുക എന്ന് പറയുന്നത്. ടു ബി ഹെൽഡ് ഗിൽറ്റി, അതിന്റെ സെൻസ്, കുറ്റമേറ്റെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഞാൻ മെനഞ്ഞാന്ന് ഇന്നലെ തലേ ക്ലാസ്സിൽ, അത് വ്യാഴാഴ്ച രാത്രി എന്നാണ് എൻ്റെ ഓർമ്മ, അല്ല ബുധനാഴ്ച രാത്രി, ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമാക്കിയത്. ഇത് മറക്കല്ലേ പ്രിയപ്പെട്ടവരെ. അപ്പോൾ പാപത്തിന്റെ കുറ്റവും അതിൻ്റെ ശിക്ഷയും എൻ്റെ കർത്താവ് സഹിച്ചു. അതിന്ന് നമ്മളിൽ ഇല്ല. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ ഏൽപ്പിക്കപ്പെട്ടവരിൽ പാപത്തിന്റെ കുറ്റം ഇല്ല. അതാണ് എൻ്റെ ലംഘനങ്ങളെ ഞാനോട് അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പാപത്തിന്റെ കുറ്റം എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. അപ്പം കുറ്റം, അതിൻ്റെ ശിക്ഷ അത് മാറി. എന്നാൽ പ്രകൃതം നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ അതിനോടുള്ള ബന്ധത്തിൽ ഈ ശാപം എന്നുള്ളതിൻ്റെ വിശദീകരണത്തിന് ഞാൻ രണ്ടാമത് പറഞ്ഞു. ഒരു അറിയപ്പെടുന്ന, പരസ്യമായതുകൊണ്ട് മാത്രം പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകൻ കോട്ടയത്ത് വന്ന്, വടവാതൂർ IPC വന്ന് പത്രത്തിൽ, മനോരമ പത്രത്തിൽ നല്ല തുക മുടക്കി പരസ്യം കൊടുത്ത് നടത്തിയ ഒരു യോഗത്തിൽ പറഞ്ഞ കാര്യമാണിത്. പാപം നിരപരാധികളായ ജനങ്ങളെ വഞ്ചിച്ചു. യേശു പാപം ഏറ്റെടുത്ത് പരിഹാരം വരുത്തിയിട്ട് ഇപ്പം പാപമുണ്ടല്ലോ. അപ്പോൾ യേശു രോഗം ഏറ്റെടുത്ത് പരിഹാരം വരുത്തി, പക്ഷെ ഇപ്പം രോഗമില്ലേ എന്ന് ചോദിച്ചു. ജനം പറഞ്ഞുണ്ട്. മൂന്നാമത് അടുത്ത പടി, യേശു ശാപം ഏറ്റെടുത്ത് പരിഹാരം വരുത്തി എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഇപ്പം നമ്മൾ ശാപമുണ്ടോ? ഉണ്ട് എന്ന് ജനം പറഞ്ഞു. കണ്ടു? അപ്പോൾ പാപം ഏറ്റെടുത്ത് പരിഹാരം വരുത്തിയിട്ട് ഇപ്പം എന്തോ ഉണ്ട്? പാപമുണ്ട്.
രോഗം ഏറ്റെടുത്ത് പരിഹാരം വരുത്തിയെന്ന് പുസ്തകത്തിലുണ്ട്. ഇത് ഇപ്പോഴെന്തോ ഉണ്ട്? രോഗമുണ്ട്. അവന് ശാപം ഏറ്റെടുത്ത് പരിഹാരം വരുത്തിയെന്ന് പുസ്തകത്തിലുണ്ടെങ്കിൽ ഇപ്പോഴെന്തോ ഉണ്ട്? ശാപം ഉണ്ടെന്ന് വരുത്തി. കേട്ടേ? ഇല്ല. യേശു ഏറ്റെടുത്തതൊന്നും നമ്മളിൽ ഇന്ന് ഇല്ല. പാപപ്രകൃതം കർത്താവ് ഏറ്റെടുത്തില്ല. അതുമാത്രമേ ഇന്ന് നമ്മൾ നിൽക്കുന്നുള്ളൂ. അതിനെ നാം ആത്മാവിനാൽ ജയിക്കണം. സ്തോത്രം. എനിക്കിനി അടുത്ത പടി പറയാനുള്ള ഭാഗത്ത് അത് വളരെ വിശദമായി പറയാനുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ എന്നെ കേൾക്കണേ. അടുത്തത് രോഗത്തെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ പറഞ്ഞപ്പോഴാണ്, അതിനെ സംബന്ധിച്ചാണ് ചോദ്യങ്ങളൊക്കെ 1-2 വന്നിട്ടുണ്ട്. പറയാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതെല്ലാം വക തിരിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന നമ്മൾ പഠിക്കണം. 1 പത്രോസ് 2:24 അവൻ്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടെ പറയുമ്പോൾ കാൽവരി ക്രൂശിലെ ക്രൂശുമരണം കൊണ്ട് നമുക്ക് രോഗസൗഖ്യം, പൂർണ്ണ സുഖം വന്നിരിക്കുന്നു എന്നാ മൂലകൃതി. പൂർണ്ണ സുഖം. പൂർണ്ണ സുഖം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കൊച്ചു കൊച്ചു അസുഖങ്ങളുടെ സുഖം മാത്രമല്ല. കേൾക്കണേ, അത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ് അവിടെ അർത്ഥമാക്കുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം ഞാൻ വ്യക്തമാക്കി തരാം. തിരുവെഴുത്തിൽ ഒരു രോഗശാന്തി ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. തിരുവെഴുത്തിൽ കാണുന്ന രോഗശാന്തി ശുശ്രൂഷ യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലെ ആദ്യ വലിയ പുസ്തകമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൽ രോഗശാന്തി ശുശ്രൂഷ ഒന്ന് എടുത്താട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 14 വായിച്ചാൽ. വായിച്ചോളൂ. മതിയല്ലോ. ഇതാണ് രോഗശാന്തി ശുശ്രൂഷ. ഇത് സഭയ്ക്കകത്ത് നടക്കുന്നതാണ്. സഭയ്ക്കകത്ത് നടക്കുന്നൊരു രോഗശാന്തി ശുശ്രൂഷ. സഭയിൽ ഒരാൾ രോഗിയാണെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തണം. അവർ കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് താഴെ പറയുന്നു, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്നിട്ട് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും. അടുത്തതെന്താ? നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനുവേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. ശ്രദ്ധിക്കണേ, സഭയുടെ ശുദ്ധീകരണത്തിനായിട്ടാണ് ദൈവം ചിലപ്പോൾ സഭയിലെ ചില ആളുകളെ രോഗത്തിലേക്ക് നടത്തുന്നത്. സഭയിലെ ശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരുവനെ രോഗിയായപ്പോൾ ആ രോഗത്തിന്റെ സാഹചര്യത്തിൽ മൂപ്പന്മാർ ഒരുമിച്ച് വന്നു. അവർ അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഈ രോഗിയായി കിടക്കുന്നവനും പാപം ഏറ്റുപറഞ്ഞു. അവരന്യോന്യം പാപം ഏറ്റുപറഞ്ഞു. തികഞ്ഞ ഐക്യമത്യത്തോടുകൂടി ആ ഐക്യമത്യവും ദൈവത്തിനോടുള്ള അപേക്ഷയും അത് വെളിപ്പെടുത്താനായി അവർ എണ്ണ പൂശുന്നു. ഒരാളല്ല, എല്ലാവരും കൂടി എണ്ണ പൂശുന്നു. ആ എണ്ണയല്ല സൗഖ്യമാക്കുന്നത്. താഴെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന. മനസ്സിലായില്ലേ? ആ എണ്ണയല്ല ദൈവശക്തി വ്യാപരിക്കുവാൻ മുഖാന്തരമാകുന്നു. പിന്നെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന. പിന്നെ ആ എണ്ണയ്ക്ക് അവിടെ എന്താ പ്രസക്തി? എണ്ണയുടെ പ്രസക്തി ആ മൂപ്പന്മാരുടെ ഐക്യമത്യവും അവരാത്മാർത്ഥമായി ഇവന്റെ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ട് മാത്രമാണ് ആ എണ്ണ ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടേ? ഞാനിപ്പോ പറഞ്ഞത് വ്യക്തമായോ? വിശദീകരണം ആവശ്യമുണ്ടേ പറ. ഇച്ചിരുടെ വിശദീകരണം വേണം. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ യാതൊരു മാധ്യമവും ഉപയോഗിച്ചല്ല ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം. കേൾക്കണേ, അത് എണ്ണയോ വെള്ളമോ ഇങ്ങനെ യാതൊരു ഉപാധിയും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. പിന്നെ എണ്ണ പൂശാരോടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മുപ്പന്മാരുടെ ഐക്യമത്യത്തെ, അവരേക ഹൃദയത്തോടെ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് ആ എണ്ണപൂശൽ.
ഞാൻ പറഞ്ഞ് മനസ്സിലായേ? സ്തോത്രം. അതുകൊണ്ട് ആരും കുപ്പി കൊണ്ടുപോവാ, മൂപ്പന്മാർ കൈവച്ച് പ്രാർത്ഥിച്ച്, എണ്ണ പ്രാർത്ഥിച്ച് കൊടുത്തു വിടുക, വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്തു വിടുക, ഇങ്ങനെയുള്ള പരിപാടി ഒന്നും യേശു ക്രിസ്തു ഉണ്ട്. പറയാം, അതെ, പോയാൽ ഒത്തിരി നേരം എടുക്കും, എന്നാലും പറയാം. ചോദിച്ചു പോയില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുണ്ടായി, യേശുക്രിസ്തു തൻ്റെ ദൈവത്വത്തിൽ ചെയ്ത അത്ഭുതങ്ങളും മനുഷ്യത്വത്തിൽ ചെയ്ത അത്ഭുതങ്ങളും ഓർക്കുന്നുണ്ടോ? യേശുക്രിസ്തു മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് കൂടുതൽ അത്ഭുതങ്ങളും ചെയ്തത്. അതാണ് ത്രിയേകത്വത്തിലെ രണ്ടാം ആളത്വം. ദൈവം എന്ന നിലയിൽ അപൂർവം ചില അത്ഭുതങ്ങളെ ചെയ്തുള്ളൂ. ബാക്കി അത്ഭുതങ്ങളെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവിനാലാണ് ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം നമ്മൾ വായിച്ച് ഓർക്കുന്നുണ്ടോ? സ്തോത്രം. മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് കർത്താവ് അത്ഭുതങ്ങളൊക്കെ ചെയ്തത്. ഇവൻ മരിച്ചവരെ ഉയർപ്പിച്ചതും അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് ആ അത്ഭുതങ്ങൾ ഇന്ന് നമുക്കും ചെയ്യാൻ ഒക്കുന്നത്. ദൈവം എന്ന നിലയിൽ ചെയ്ത അത്ഭുതം മനുഷ്യർക്ക് ചെയ്യാൻ ഒക്കുമോ? ഒക്കുകയില്ല. എന്നാൽ മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട്, തൻ്റെ മനുഷ്യത്വത്തിന്റെ ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ കർത്താവ് അത്ഭുതം ചെയ്തു. അതുകൊണ്ട് മനുഷ്യരായ നമുക്കും പരിശുദ്ധാത്മാവിനാൽ അതേ അത്ഭുതങ്ങൾ ചെയ്യാം. ഓർക്കുന്നുണ്ടല്ലോ? എന്നാൽ ദൈവത്വത്തിൽ ചെയ്ത അത്ഭുതങ്ങളുണ്ട്. ഒന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞോ? ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 1-2 എന്ന് പറയാമോ? വെരി ഗുഡ്. ആ സാധനം ആരും പറയാറില്ല. ദൈവത്വത്തിൽ ചെയ്ത ശുശ്രൂഷയൊന്ന്, അധ്വാനിക്കുന്നവരും ഭാരം തിരഞ്ഞെടുക്കുന്നവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പാപം ചെയ്ത മനുഷ്യനെ ദൈവം ഏതെങ്കിലും ഇറക്കി വിട്ടു. മുഖത്ത് വീരപ്പെട്ട അപ്പം ഭക്ഷിക്കും, പൊയ്ക്കോ, അധ്വാനിക്കും, കഷ്ടപ്പെട, പൊക്കോ, ഇറക്കി വിട്ടു. ഏതൊരു ദൈവം പാപം നിമിത്തം മനുഷ്യനെ അധ്വാനത്തിനും മുഖത്തവീർപ്പിനും കഷ്ടപ്പാടിനും വേണ്ടി ഇറക്കി വിട്ടോ, അതേ ദൈവം പാപപരിഹാരം വരുത്തുവാൻ വന്നപ്പോൾ അവിടെ വന്ന് ഇന്നുകൊണ്ട് അവരെ വിളിക്കുക, മതി മക്കളെ, വരിൻ വരിൻ, അധ്വാനിക്കുന്നവരെ വരിൻ, ഭാരം ചുമക്കുന്നവരെ വരിൻ, ഞാൻ നിങ്ങളെ. അത് ദൈവത്വത്തെ ചെയ്ത മറ്റൊരു കാര്യം, പാപം മോചിച്ചു കൊടുത്തു. ദൈവമേ പാപം മോചിക്കുള്ളൂ. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു. ദൈവത്തിൽ ചെയ്ത മൂന്നാമത്തെ കാര്യം, അത്തിയെ ശപിച്ചു. ഓർക്കുന്നുണ്ടല്ലോ? അത്തിയെ ശപിച്ചു. യഹൂദനെ പ്രത്യേക പദവിയിലേക്ക് സ്വീകരിക്കുക ദൈവം. എന്നാൽ ആ പദവിയിൽ നിന്ന് അവരെ തള്ളുന്നതിന്റെ പ്രതീകമായിട്ടാണ് അത്തിയെ ശപിച്ചത്. അതും ദൈവത്വത്തില. ദൈവമാ സ്വീകരിച്ചെങ്കിൽ ദൈവത്തിലല്ല തള്ളാനൊക്കെ ഉള്ളൂ. സ്തോത്രം. അടുത്തത്, ദൈവത്വത്തിൽ ചെയ്ത മറ്റൊരു കാര്യം, അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് പറഞ്ഞു. ഏതെനിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മനഞ്ഞ ശേഷം ആത്മാവായ ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി തന്റെ ആത്മചൈതന്യം മനുഷ്യർ നിക്ഷേപിച്ചു. ആ ആത്മചൈതന്യം പാപനിമിത്തം മനുഷ്യന് നഷ്ടമായി. ആ ആത്മചൈതന്യം തിരികെ തരാൻ യേശു ഇവിടെ വന്നു. അതുകൊണ്ട് ഏതെനിൽ ഊതിയതിന്റെ കൗണ്ടർ പാർട്ടായി അവരുടെ മേൽ ഊതി. ദൈവം എന്നതിൽ ചെയ്ത. അടുത്തത് യേശുക്രിസ്തു ചെയ്ത, മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് കേൾക്കണേ. യേശുക്രിസ്തു ചെയ്ത പല അത്ഭുതങ്ങളും ഉൽപ്പത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്ന, യേശു നടത്തിയ പല അവകാശവാദങ്ങളും ഉൽപ്പത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്ന. ഇവിടെ ഇതാ ദൈവം എന്ന നിലയിൽ എൻ്റെ കർത്താവ് ചെയ്ത സൃഷ്ടികർമ്മത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു അത്ഭുതം. അവൻ മശിഹായാണെന്നും താൻ ദൈവമാണെന്നും വെളിപ്പെടുത്താൻ ചെയ്തതാണ്. ചേറുകൊണ്ട് കണ്ണുണ്ടാക്കി. അവൻ ജന്മനാലെ ആരായിരുന്നു? കുരുടനാ. അവൻ ജന്മനാലെ കുരുടനാ. മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞു എന്നുള്ളത് ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നോക്കണേ, അവൻ ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ തന്റെ ദൈവത്വത്തിൽ ചെയ്ത ഒരത്ഭുതമാണത്. മനസ്സിലായില്ല? അത് ഏതേനിലെ സൃഷ്ടിപ്പിനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് ദൈവത്വത്തിൽ ചെയ്തതാണ്. അല്ലാതെ കർത്താവ് ഒരു ഉപാധി ഉപയോഗിച്ചിട്ടില്ല. അപ്പോസ്തലന്മാരെങ്കിലും ഉപാധി ഉപയോഗിച്ചോ? ഇല്ല.
വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുകയോ എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുകയോ വല്ലതും ചെയ്തോ? ഇല്ല. അവരുടെ മെയ്മേൽ നിന്നുള്ള ഉത്തരീയവും റൂമാലും കൊണ്ടിട്ടപ്പോൾ ആ രോഗികൾ സൗഖ്യമായി. യേശുവിൻ്റെ വസ്ത്രത്തിന് തൊട്ടപ്പോഴും സൗഖ്യമായി. അതുപോലെ ഇന്ന് ഏതെങ്കിലും ഉപദേശിമാരുടെ കൈ വെക്കുമ്പോഴോ അവരെ ഉടുപ്പെ പിടിക്കുമ്പോഴോ ആർക്ക് സൗഖ്യം വരുന്നേ വന്നോട്ടെ. ബിബ്ലിക്കലായിരിക്കണമെല്ലാം, അപ്പസ്തോലികമായിരിക്കണമെല്ലാം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഇനി റൂമാലും ഉത്തരീയം കൊടുത്തു വിടുന്നത്, അതിന് വേറെ ഒരു പരിപാടി ഇപ്പോൾ ഉണ്ട്. ടെറൽ സായിപ്പ് എന്ന് പറയുന്നൊരു സായിപ്പ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്ന ഒരു യോഗം നടത്താറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഡേവിഡ് ടെറൽ എന്ന് പറയുന്ന ഒരാൾ, ക്രൈസ്റ്റ് ന്യൂ മിറക്കിൾ ക്രൂസൈഡ്സ് എന്ന് പറയും. ടെറൽ സാഹിബ് യേശുനാമക്കാരനാണെന്നൊക്കെ ഉള്ളത് അത് പല പത്രങ്ങളൊക്കെ എഴുതി. എന്നാലും നമ്മുടെ ആൾക്കാർക്ക് അത്ഭുതം മതിയല്ലോ, അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടി വേദി കിട്ടും ആളുകൾ. അദ്ദേഹം ചെയ്യുന്നത് യോഗത്തിന് 1-ാം ദിവസം മുതൽ കോട്ടൺ വേസ്റ്റും പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പറും ഒക്കെ ധാരാളമായിട്ടെടുത്ത് വേർപ്പ് തുടച്ച് ഇങ്ങനെ കൂട്ടുക. ലാസ്റ്റ് ഡേ ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ദ ഓഡിയൻസ്. ഏതാ ഈ ഇങ്ങേര് വേർപ്പ് തുടച്ച തൂവാല അല്ലെങ്കിൽ ഈ തുണി, ഈ കോട്ടൺ, ഇത് ജനങ്ങൾക്ക് വിതരണം ചെയ്യും. അതെടുത്ത് രോഗമുള്ള ഭാഗത്തോട്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്നും അത് വണ്ടിയെ വെച്ചിരുന്നാൽ ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ലെന്നും മനസ്സിലാവുന്നുണ്ടോ? അവിടെ അങ്ങനെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഉപദേശിമാരൊക്കെ ക്യൂ നിർത്തി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടു. പുതുപ്പള്ളിയിൽ അദ്ദേഹം വന്ന് ഹൈസ്കൂൾ മൈതാനത്ത് യോഗം നടത്തിയപ്പോൾ പുതുപ്പള്ളി ട്രാഫിക് ജാമായിരുന്നു. ഞാനൊരു മീറ്റിങ്ങിന് പോകാനായിട്ട് സ്കൂട്ടറിൽ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ പൊന്നപ്പനെ അവിടുന്ന് ആ ജംഗ്ഷൻ ഒന്ന് കടന്നു കിട്ടാൻ വളരെ പാടുപെട്ടു. ആളുകൾ തിക്കും തിരക്കുമായിരുന്നു. പൗലോസും പത്രോസും മറ്റും ശുശ്രൂഷിച്ചിരുന്നപ്പോൾ അവിടെ നിഴൽ വീണ് രോഗികൾ സൗഖ്യമായി. ദൈവം അങ്ങനെ പ്രവർത്തിക്കാൻ ദൈവത്തിനപ്പോൾ പ്രസാദമായി. ഇന്നും അങ്ങനെ വല്ലതും ഉണ്ടേ നടക്കട്ടെ. ഇനി ഉത്തിരിയും റൂമാലും കൊണ്ടിട്ട് എൻ്റെ കാര്യം കൂടെ പറയാം. പൗലോസിൻ്റെ മെയ്മേൽ നിന്നുള്ള ഉത്തിരിയും റൂമാലും കൊണ്ടിട്ട് അവിടെ ആ റൂമാലെന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് F.F. ബ്രൂസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ദൈവദാസുണ്ട്. ഈസ് എ പക്ക അദ്ദേഹത്തിന് വളരെ നല്ലൊരു ബൈബിൾ ടീച്ചറാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇവിടെ കണ്ടെടുത്ത് വായിച്ചോളൂ. പേര് മാത്രം നോക്കിയെടുത്ത് വായിക്കാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതിന് പറഞ്ഞിരിക്കുന്ന വിശദീകരണം, അവിടെ മൂലകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം സ്വെറ്റ് റാക്സ് എന്നാണ്. കേൾക്കണേ, സ്വെറ്റ് റാക്സ്. പൗലോസിന്റെ സ്വെറ്റ് റാക്സ് കൊണ്ടിട്ടാണ്. അതായത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോയിനെ ഗ്രീക്കിലെ പ്രത്യേക പദം പണിക്കാര് പണി ചെയ്യുമ്പോൾ തലയിൽ നിന്നൊഴുകുന്ന വേർപ്പ് കണ്ണിൽ പെടാതിരിക്കാൻ നെറ്റിയിൽ വട്ടം കെട്ടുന്ന കട്ടി കുറഞ്ഞ തുകൽ കഷണമാണ്. അങ്ങനെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുമ്പോൾ സ്വെറ്റ് റാക്സ് എന്ന് വേണേൽ തർജ്ജമ ചെയ്യാം. അപ്പോൾ പൗലോസ് കഷണ്ടിക്കാരനായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. കൂടാരപ്പണിയാണ്. ഈ കൂടാരപ്പണി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭയങ്കര ശ്രദ്ധ വേണ്ടതാണ്. അതിന് അവസാനമായിട്ട് ഈ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്നല്ലോ ഈ മോന്തായം കൂട്ടുക എന്നൊക്കെ പറയത്തില്ലേ, കഴിക്കോലെല്ലാം കൂടെ വെച്ച് മോന്തായം കൂട്ടുക, അത് വലിയ ആശാരി മിടുക്കനെ ചെയ്യുള്ളല്ലോ. എന്നിട്ട് അതുപോലെ ഉണ്ട്. നാനാ ഭാഗത്തും കുറ്റികളെല്ലാം അടിച്ച് ചരടുകളെല്ലാം ചേർത്ത് വെക്കുക. എന്നിട്ട് നടുവിൽ ഒരു വലിയൊരു പോളുണ്ട്, ഒരു വലിയൊരു തൂണുണ്ട്. ആ തൂണിലേക്ക് ഈ കയറുകളെല്ലാം ആ കറക്റ്റ് ആംഗിളിൽ വലിച്ച് കെട്ടി ഇതിങ്ങനെ അത് പണി തീർക്കുന്ന ഒരു പോയിന്റുണ്ട്. പൗലോസ് വല്ലതും ആ പോയിന്റിൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതിരിക്കാം. അത് ദീർഘമായ മണിക്കൂറുകൾ എടുക്കും അതിൻ്റെ ഫിനിഷിങ്ങിന്. അനേക സഹായികളുടെ സഹായത്തോടെ ഇതിങ്ങനെ ആ ഭയങ്കരമായ ശ്രദ്ധ ആവശ്യമുള്ള ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓടി വന്നു. ഇതിട്ടേച്ച് പോകാനും ഒക്കെയല്ല. F.F. ബ്രൂസ് അതിന് കൊടുത്ത വിശദീകരണമാണ്. അപ്പോൾ എന്തു ചെയ്യും? നെറ്റിയിൽ കെട്ടിയിരുന്ന ഈ സ്വെറ്റ് റാഗ് അയച്ചു കൊടുത്തു. ഇത് കൊണ്ടിട്ടപ്പോൾ രോഗി സൗഖ്യമായി. ഇദ്ദേഹത്തിന് വ്യക്തിപരമായി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അത്ഭുതം ദൈവം ചെയ്തത്. അതിനെ നമ്മളൊരു ചടങ്ങ് ആക്കരുത്. മനസ്സിലാവുന്നുണ്ടേ? നമ്മളതിനെ ഒരു ചടങ്ങാക്കരുത്. നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നത് എന്താണെന്നറിയാമോ? സന്ധ്യ ആയപ്പോൾ നാനാവ്യാധികൾ പിടിച്ച ആളുകൾ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി വന്നു. പക്ഷെ 4-ാമത്തെ ലൂക്കോസ് 4-ാമത്തെ 40 മുതൽ 40-41 വേഗം വായിച്ചാട്ടെ. എൻ്റെ പത്രം ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് അക്ഷരം പോലും ഒന്ന് പറഞ്ഞു വായിക്കണമെന്നാണ് എൻ്റെ. അവൻ
ഓരോരുത്തന്റെയും മേൽ കൈവച്ചവരെ മതിയല്ലോ. 40 മതി. സ്തോത്രം. കേട്ടേ, സന്ധ്യയായി. വ്യാധികൾ പിടിച്ച ധാരാളം പേര് വന്നു നിൽക്കുക. കർത്താവ് അതിൽ ഓരോരുത്തന്റെയും മേൽ കൈവയ്ക്കുക. ഒരിക്കൽ മാത്രം എൻ്റെ കർത്താവ് കൂട്ട സൗഖ്യം കൊടുത്തു കുഷ്ഠരോഗികൾക്ക്, 10 കുഷ്ഠരോഗികൾക്ക്. പക്ഷെ കർത്താവ് ആഗ്രഹിച്ചവർ മടങ്ങി വരണമെന്ന്. പക്ഷെ അതിൽ ഒരുത്തനെ മടങ്ങി വന്നത്, ഒരുത്തൻ മടങ്ങി വന്നത്, ബാക്കി 9 എന്തിയെന്ന് ചോദിച്ചു. കേൾക്കണേ, ഒരിക്കൽ മാത്രം. കർത്താവ് പറഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുന്ന സകല വയറുവേദനക്കാരും സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ നടക്കും. പക്ഷേ അങ്ങനെ വെറും ശാരീരിക സൗഖ്യം കൊടുക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്നില്ല. ജീസസ് ഓൾവേസ് വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് എ പേഴ്സണൽ ഫെലോഷിപ്പ് വിത്ത് എ പേഴ്സൺ. ആ വ്യക്തിയുമായി വ്യക്തിപരമായ ഒരു കൂട്ടായ്മയാണ് കർത്താവ് ആഗ്രഹിച്ചത്. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. സ്തോത്രം. നമ്മൾ വിഷയം വിട്ടിങ്ങനെ അങ്ങ് പോകുന്നു. സ്തോത്രം. അവിടെ ഞാൻ മടങ്ങി വന്നോട്ടെ. നമ്മൾ ഒന്നാമത് സഭയ്ക്കകത്തെ രോഗശാന്തി ശുശ്രൂഷ ചെയ്ത. ഇനി മറ്റൊരു രോഗശാന്തിയെക്കുറിച്ച് നമുക്ക് തിരുവഴുത്തിൽ മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ചിലർക്ക് രോഗശാന്തിക്കുള്ള വരം. നോക്കണേ, രോഗശാന്തിക്കുള്ള വരം, കൃപാവരങ്ങളുണ്ട്. അങ്ങനെ കൃപാവരമുള്ളവർ. ഇനി കൃപാവരം എന്ന് പറഞ്ഞാലോ അത് ഈ വ്യക്തിക്കുള്ള ഒരു സിദ്ധിയല്ല. ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവിന് തിരിഹിതമായി രോഗസൗഖ്യത്തിനായി ഉപയോഗിക്കുക. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സിദ്ധി കൊടുക്കുകയല്ല. മറക്കല്ലേ. ഇദ്ദേഹത്തിലൂടി പരിശുദ്ധാത്മാവ് രോഗസൗഖ്യം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന് പ്രസാദമാകുന്നു. അതുകൊണ്ടാണ് പൗലോസ് ലീഹ ഒന്ന് വായിച്ച് 2 തിമോത്തി 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. 2 തിമോത്തി 4:20. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. വായിച്ചോ. മിലേത്തിൽ. കേട്ടോ പൗലോസ്, നീ എന്നെ കാണിച്ചത്? ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോകുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 25-27 വരെ വായിച്ചാലും പൗലോസിന് കൂടെ ഉണ്ടാകുന്ന ഒരാളിന്റെ രോഗവും കഷ്ടവും ഒക്കെ നമുക്ക് എവിടെയും കാണാം. അതൊന്ന് വായിച്ചേരെ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം. കേട്ടോ, എപ്പഫ്രാസിന്റെ കാര്യം പറയാ. ദൈവം എന്നോട് കണ്ണ കാണിച്ചു, മരിപ്പാറായിരുന്നു. പൗലോസേ, നീ ത്രോഫിമോസിനെ എന്താ മിലയത്തിൽ രോഗിയായി വിട്ടേച്ചു പോകുന്നത്? നിന്റെ കൂട്ട സഹോദരൻ നീ വഴിയിൽ ദീനമായപ്പോൾ വഴിയിലിട്ടേച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കട. ഇവിടുന്ന് ഒന്നിച്ച് നിങ്ങൾ വിചാരിച്ച് ഒന്നിച്ച് പോവുക, ഇറങ്ങി കയറി പോവുക, ഫ്ലൈറ്റ് ഡയറക്റ്റ് ഇല്ലെന്ന് സങ്കല്പിക്കുക. പണ്ടത്തെ കാര്യം, ഇപ്പോഴത്തെ ഒന്നും വിചാരിക്കണ്ട. ചെന്നു ബോംബെയിൽ ഇറങ്ങി, കൂടെ ഉണ്ടായിരുന്ന ആളിന് വഴിക്ക് ദീനമായി. അവനെ ബോംബെയിൽ ഒരു ആശുപത്രിയിൽ എങ്ങാനും ആക്കി വെച്ച്, അല്ലെങ്കിൽ എയർപോർട്ടിൽ ലോഞ്ചിൽ ഇരുത്തി വെച്ച് നിങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറി പോകാന്ന് പറഞ്ഞാൽ എന്തൊരു നീതിയാണ്. പൗലോസ് കാണിച്ച് ഏതാണ്ട് അതുപോലല്ലേ. ത്രോഫിമോസിനെ മിലയത്തിൽ രോഗിയായി വിട്ടേച്ച്, പൗലോസ് നിനക്ക് രോഗശാന്തി വരവില്ലേ? ഉണ്ട്. എന്നാൽ പിന്നെ നീ അവനെ അങ്ങ് സൗഖ്യമാക്കാൻ പറ്റാഞ്ഞു. പൗലോസ് എന്ന മറുപടി പറയും, അയ്യോ അത് കൃപാവരമാണ്. പരിശുദ്ധാത്മാവിന് തിരിഹിതമാണെങ്കിലാണ് സൗഖ്യമാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൃപാവരമാണ്. അത് പരിശുദ്ധാത്മാവിന് തിരിഹിതമാണെങ്കിലാണ് സൗഖ്യമാക്കുന്നത്. ഞാൻ കൊടുക്കുന്ന സൗഖ്യമല്ല, അത് പരിശുദ്ധാത്മാവിന് തിരിഹിതം പോലെ. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അത് രണ്ടാമത്തെ ഒരു കാര്യം. ഇനി അടുത്തത് 1 പത്രോസ് 2:24 പറയുന്നത് പൂർണ്ണ സുഖത്തിന്റെ കാര്യമാണ്. പൂർണ്ണ സുഖം. ഈ പൂർണ്ണ സുഖം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ്. നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് വരുമെന്ന കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വം. കേട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പനിയും ക്യാൻസറും ഒന്നും മാറുന്നതിൽ ഒതുങ്ങുന്നതല്ല കാൽവറിയിലെ യാഗമരണത്തിന്റെ സാധ്യത. ഐ സ്റ്റിക്ക് ടു ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. കേൾക്കണേ, ഇവിടുത്തെ ശരീരത്തിന്റെ സൗഖ്യത്തിൽ എന്ന് പറയുമ്പം അസുഖം മാറുന്നതിൽ ഒതുങ്ങുന്നതല്ല കാൽവറി ബലിയുടെ സാധ്യത. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ.
യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി മനുഷ്യന്റെ എല്ലാ ഘടകങ്ങളിലും, ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്നതാ വിശ്വസിക്കുന്നവർക്ക്. ആത്മാവിൽ ചൈതന്യവും വീണ്ടും ജനനവും. കേൾക്കണേ, ദേഹിയിൽ വിശുദ്ധീകരണവും. എനിക്ക് അവിടെ വരണം. ദേഹത്തിൽ തേജസ്കരണവുമാണ് കാൽവറിയുടെ സാധ്യത. കേൾക്കുന്നുണ്ടേ? ശരീരത്തിലെ കാൽവറിയുടെ സാധ്യത എന്താണ് പറഞ്ഞേ? തേജസ്കരണം. എന്റെ കർത്താവിന് ഈ പനിയിൽ നിന്നും ക്യാൻസറിൽ നിന്നും ഈവൻ എയ്ഡ്സിൽ നിന്ന് പോലും സൗഖ്യം കൊടുക്കാൻ എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവനിവിടെ വന്ന് ഈ നിന്നയും പഴിയും അടിയും ചാട്ടവാറുകൊണ്ടുള്ള അടിയും ക്രൂശ് മരണവും ഒന്നും സഹിക്കേണ്ട കാര്യമില്ല. കാൽവറി ബലിയുടെ സാധ്യത ശരീരത്തിന്റെ മണ്ഡലത്തിൽ തേജസ്കരണമാണ്. തേജസ്കരണം വ്യക്തമായില്ലേ? അത് നമുക്ക് കിട്ടിയിരിക്കുക. തത്വത്തിൽ പ്രായോഗികത്തിൽ അനുഭവിക്കാൻ ഒരു കൊച്ചി ഇടവേള. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തന്നില്ലേ? സ്തോത്രം. തത്വത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുക. ദ ടെൻഷൻ ബിറ്റ്വീൻ ദി ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. കൊരിന്ത്യർക്കുണ്ടായ ഹെരസി അതാ, കൊരിന്ത്യർക്കുണ്ടായ ബുദ്ധിമുട്ട് അതായിരുന്നു. അതായത് അവർ പറയാൻ തുടങ്ങി ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗത്തിലാ. ഇപ്പം മറുഭാഷ പറയുന്നു ഇത് സ്വർഗത്തിലെ ഭാഷയാണ്. ഇപ്പം നമ്മൾ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഇനിയും പാപമൊന്നുമില്ല. കേട്ടെ ഇനി പാപം ചെയ്യാനൊന്നും നോക്കുകയില്ല. പാപമൊക്കെ പരിഹരിച്ചു കിട്ടും. ഇനി പാപം ചെയ്യാൻ അതുകൊണ്ട് എന്ത് കുരുത്തക്കേട് കാണിച്ചാൽ ഒന്ന് പറഞ്ഞ് 5-ാം തീയതി പറഞ്ഞ മഹാകുരുത്തക്കേട് കാണിച്ചപ്പോഴും സഭയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതാ പോലും ആ പാപം ചെയ്തതിനേക്കാൾ ഭയങ്കരം നിങ്ങൾ ഇതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ്. കണ്ടോ? അവർക്കതിനെ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ പാപമല്ല. അതാണ് അവരെന്ത് ചിന്തിച്ചു? ഇപ്പൊ സ്വർഗത്തിലല്ലേ പറയുന്നത്, യൂതന്മാരുടെ ഭാഷയും സ്വർഗത്തിലെ ഭാഷ. അപ്പൊ പിന്നെ പാപം ഇല്ല. ദ കൾപ്പബിലിറ്റി ഓഫ് സിൻ ഈസ് ലോസ്റ്റ് വെൻ ഇറ്റ് ഈസ് കമ്മിറ്റഡ് ബൈ എ ബിലീവർ എന്നുള്ള ഒരു ആശയം അവരിലങ്ങ് വന്നുപോയി. അതാണ് കൊരിന്ത്യൻ ഹെറസി. കേൾക്കണേ, പ്രശ്നം എന്താ പറ്റിയത്? ടെൻഷൻ ബിറ്റ്വീൻ ദ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. നമ്മൾ സ്വർഗത്തിലാ, പക്ഷേ തത്വത്തിൽ സ്വർഗത്തിലാണെങ്കിലും പ്രായോഗികത്തിലാകാൻ ഒരു ചെറിയ ഇടവേള. സ്തോത്രം. മനസ്സിലാവുന്നല്ലോ? ഞാൻ ഇന്നലെ അബ്ദുൽ കലാമിന്റെ ഒരു ഉദാഹരണം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. സ്തോത്രം. സമയം പോകുന്നതുകൊണ്ട് ഞാൻ മറ്റു എളുപ്പം മനസ്സിലാക്കിയ ഒരു ഉദാഹരണം പറയാം. മണവാളിനെ മണവാട്ടിയെ കൂടെ പിടിച്ചിരുത്തിയിരിക്കുക കല്യാണത്തിന്. പ്രസംഗം കഴിഞ്ഞു. ശുശ്രൂഷ നടത്തുന്നയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരെയും എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് സമ്മതമാണോ എന്ന് ചോദിച്ചു. സമ്മത പറഞ്ഞു. ചെറുക്കനും പറഞ്ഞു, പെണ്ണും പറഞ്ഞു സമ്മതമാണെന്ന് പറഞ്ഞു. സഭയോട് ചോദിച്ചപ്പോൾ സഭയ്ക്കും ഒരു വിസമ്മതമൊന്നും ഇല്ല. ശരി. പക്ഷെ ഭാര്യയും ഭർത്താവും ആയോ? ഇല്ല. ആ ഉഭയസമ്മതം, പരസ്പരം ഉഭയസമ്മതം ചെയ്ത് കഴിയുമ്പോഴേ ആരാവുള്ളൂ? ഭാര്യയും ഭർത്താവും ആവുള്ളൂ. അവരങ്ങോട്ട് കയറി ഇരിക്കുമ്പോൾ അവർ ഭാര്യയും ഭർത്താവും അല്ല. പക്ഷെ അവിടുന്ന് ഇറങ്ങുന്നത് ആരായിട്ടാ? ഭാര്യയും ഭർത്താവുമായിട്ടാ. അപ്പോൾ വിവാഹവേദിയിലേക്ക് കടന്നു ചെല്ലുന്ന വരനും വധുവും ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ഒരു ചെറിയ ഇടവേള. സ്തോത്രം. മനസ്സിലായില്ലേ? അത് അവന്റെ പെണ്ണാണ്, അത് അവളുടെ പുരുഷനാ, സത്യമാണ്. പക്ഷേ ഒരു ചെറിയൊരു ഇടവേള. ഇതുപോലെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുക നമ്മുടെ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2 മുതൽ വായിക്കുമല്ലോ. ഒരു കൊച്ചൊരു ഇടവേള. ചരിത്ര വീണ്ടെടുപ്പായ പുത്രത്വം നമ്മൾ പ്രാപിക്കാൻ എല്ലാം തത്വത്തിൽ ശരിയായിരിക്കുക. എന്നാൽ ഒരു കൊച്ചൊരു ഇടവേള. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറയുമ്പോൾ പെർഫെക്റ്റ് ഹെൽത്ത്, ഫിസിക്കൽ സ്റ്റാറ്റസ് ഈവൻ ബെറ്റർ ദാൻ ദാറ്റ് enjoyed by Adam and Eve before they sinned. ആദം ഹവ്വാർ പാപം ചെയ്യുന്നതിന് മുമ്പ് അവർ അനുഭവിച്ചിരുന്ന ആ ശാരീരിക സൗഖ്യത്തിനേക്കാൾ ഇച്ചിരി മുമ്പോട്ടല്ലാതെ പുറകോട്ടല്ലാത്ത ഒരു നില, അതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. കാൽവറി ബലിയുടെ സാധ്യത അതാണ്. മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ? സ്തോത്രം. ഇനി പിന്നെ ഇവിടുത്തെ ഈ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പുസ്തകവുമായി ചുവടി നിരക്കാത്ത ഓരോ പരിപാടി നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും. കേൾക്കണേ, ഇവിടെ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുന്നു. ചന്തയ്ക്കകത്ത്
പരസ്യ സ്ഥലത്ത് രോഗശാന്തി ശുശ്രൂഷ നടത്തുക. സഹോദരങ്ങളെ, അത് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷത്തിന് സാക്ഷിയാകാൻ പരിശുദ്ധാത്മതൻ തിരിഹിതം പോലെ രോഗസൗഖ്യം നൽകും. എൻ്റെ കൂടെ ഉണ്ടേ? അത് ഈ രോഗസൗഖ്യമല്ല, മനസ്സിലായത്? അത് സുവിശേഷത്തിന് സാക്ഷ്യം പറയാനുള്ളതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. സുവിശേഷത്തിന് സാക്ഷ്യം പറയുക. വായിച്ചാട്ട് പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാനായിട്ട് വരം നൽകി. കേട്ടോ? മതിയല്ലോ. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. എങ്ങനെ സാക്ഷി നിന്നേ? അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. കേൾക്കണേ, സുവിശേഷ പ്രസംഗ വേദിയിൽ നടക്കുന്ന രോഗസൗഖ്യവും അവിടെ നടക്കുന്ന മറ്റ് അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം പ്രസംഗിക്കപ്പെടുന്ന സത്യവചനത്തിന് സാക്ഷിയാകാൻ ദൈവം അയക്കുന്ന. ഞാനിപ്പോൾ പറഞ്ഞു മനസ്സിലായോ? അത് ദൈവം തന്നെ തിരിഹിതം പോലെ അയക്കുന്നതാണ്. സ്തോത്രം. എന്നാൽ കൃപാവരമാണ് രോഗശാന്തി. കൃപാവരം സഭയ്ക്കുള്ളതാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് സഭയ്ക്കകത്ത് നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷയാണ്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കരുത് നമ്മൾ. ഞാനിപ്പോൾ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? സ്തോത്രം. ഇനിയിപ്പം നമുക്ക് എങ്ങനെ രോഗസൗഖ്യം അവകാശപ്പെടാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പോക്കറ്റിലേക്ക് കുറിച്ചിരിപ്പുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഇപ്പം നമുക്കുള്ള രോഗസൗഖ്യം അത് നമ്മുടെ ആവശ്യാനുസരണം ദൈവം തന്നെ തിരികെ പോലെ ചെയ്യുന്നതാണ്. കേൾക്കണേ, അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം. എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ടൊരു ക്ഷണമുണ്ട്. പക്ഷെ പോകേണ്ട സമയമായപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന, മീൻസ് ഒരു വോമിറ്റിംഗ് സെൻസേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷിവറിങ്, എന്തെങ്കിലും പ്രയാസം. ഫിസിക്കലി ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് വണ്ടിക്കൂലിക്ക് പണവും ഇല്ലെന്ന് സങ്കല്പിക്കുക. അപ്പോൾ കർത്താവേ എനിക്ക് വണ്ടിക്കൂലി തരണം, മനസ്സിലായോ? എനിക്ക് ശരീരത്തിന് സൗഖ്യവും തരണം. ഇതെല്ലാം ഒരു കാറ്റഗറിയിലാണ്. മനസ്സിലാവുന്നുണ്ടേ? നീഡ് ഓറിയന്റഡ് ആണ് ഇന്ന് ദൈവമക്കൾ അനുഭവിക്കുന്ന രോഗസൗഖ്യം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലയോ? ഉണ്ടോ? ഇന്ന് നമുക്ക് നീഡ് ഓറിയന്റഡ്, നമ്മുടെ ആവശ്യം നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ, യോഗത്തിന് പോകാനായിട്ട് വണ്ടിക്കൂലിയും തന്നു, വെള്ള ഷർട്ടും തന്നു, ശരീരത്തിന് സുഖവും തന്നു. മനസ്സിലായില്ലേ? അത് നീഡ് ഓറിയന്റഡ് ആണ്. സ്തോത്രം. അന്ന് യോഗത്തിന് പോകണ്ട എന്നാണ് ദൈവത്തിന്റെ തിരിഹിതമെങ്കിൽ എനിക്ക് രോഗസൗഖ്യം തരികയല്ല. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചു. ദൈവം തന്നെ തിരിഹിതം പോലെ എൻ്റെ കാര്യത്തിൽ പെരുമാറി. അതാണ് വിശ്വാസി എന്ന് അനുഭവിക്കുന്ന രോഗസൗഖ്യം. സ്തോത്രം. എന്നാൽ സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ചില രോഗിയാക്കി. മുമ്പേ പറഞ്ഞ പോലെയുള്ള ശുദ്ധീകരണ ശുശ്രൂഷ, സ്തോത്രം, രോഗശാന്തി ശുശ്രൂഷ സഭയ്ക്കകത്ത് നടക്കും. അതുപോലെ രോഗശാന്തി വരപ്രാപ്തരായ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം രോഗം സൗഖ്യമാക്കും. മൂന്നാമത്, അത്ഭുതകരമായ പ്രവൃത്തികളാൽ സുവിശേഷത്തെ അസാക്ഷിയാക്കുവാൻ ദൈവം രോഗശാന്തിയോ ഇരച്ചു വന്ന മഴ നിർത്തുകയോ ഒക്കെ ചെയ്യും. അതെല്ലാം ഒരു കാറ്റഗറിയിലാണ്. മനസ്സിലായല്ലോ? സ്തോത്രം.